അവന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളോടൊത്തായിരിക്കാം സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ ദാസൻ, കുടുംബം, പ്രിയ വിനുബ്രദർ, മറ്റു സഹോദരങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ മാസം പ്രാരംഭവും നിങ്ങളോടൊത്ത് ഒരു മീറ്റിംഗിലായിരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഈ പകലിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലെ തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിന് വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ, മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ 11:30 തന്നെ ഇവിടെ എത്തണം എന്ന് വിചാരിച്ചതാണ്. അതിനുള്ള തയ്യാറെടുപ്പിൽ അവിടുന്ന് ഇറങ്ങിയതുമാണ്. എന്നാൽ നിങ്ങളുടെ ഈ ലിബർട്ടി ഏരിയയാണ് കുറച്ച് ഒരു 3-4 ട്രാക്ക് സിഗ്നൽ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ട് ആക്സസ് ആയി കിട്ടിയത്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കൂടുതൽ മുഖവരെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. എൻ്റെ അറിവനുസരിച്ചിട്ട്, ചിന്തയനുസരിച്ചിട്ട് സ്പിരിച്വൽ അവൈക്കനിങ് അല്ലേ, ആത്മീയമായൊരു മുന്നേറ്റം, അതാണ് പൊതുവായിട്ടൊരു ചിന്തയായിട്ട് എൻ്റെ മുമ്പിലേക്ക് വെച്ച ഒരു വിഷയം. സ്തോത്രം. അതൊരു വൈഡ് അല്ലെങ്കിൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. സ്തോത്രം. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു വിഷയം കൂടെയാണ്. ഒരു ആത്മീയമായ ഒരു മുന്നേറ്റം, ഒരു വളർച്ച എന്നൊക്കെ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊത്ത ആളുകൾ ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. നമുക്ക് കേൾക്കാൻ ഇന്ന് ആവശ്യം പോലെ സാധ്യതകളും സാഹചര്യങ്ങളും വചനങ്ങളും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ കേൾവിയല്ല പ്രധാനം, കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രായോഗികമായിട്ട് എത്ര % നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ സ്പിരിച്വൽ അവൈക്കനിങ് ഉണ്ടായി വരുന്നത്. സ്തോത്രം. എവിടെ അനുസരണമുണ്ടോ അവിടെ ദൈവ വളർച്ചയുണ്ടോ? അനുസരണം ഇല്ലെങ്കിലോ ജസ്റ്റ് കേൾവി മാത്രമല്ലേ ഉണ്ടാവും. കേൾക്കാൻ ആർക്കും പറ്റും ഇല്ലേ? കർത്താവ് ഓരോ വചനവും പറഞ്ഞൊരു കാര്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലേ? കർത്താവിന്റെ അടുത്ത് ഇത് കേൾക്കാൻ വന്നവർക്ക് ആർക്കും ചെവിയില്ലാത്തവരാണോ? അല്ല, എല്ലാവർക്കും ചെവിയുണ്ട് അല്ലേ? പക്ഷെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്? എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. കേട്ടുപോവുക മാത്രമല്ല, സ്തോത്രം, കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുസരണം എന്നൊരു മനോഭാവം കൂടെ. ഒരു ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ളതല്ല, അക്ഷരാർത്ഥത്തിൽ അത് അനുസരിക്കാനുള്ളതാണ്. ആമേൻ. വായിച്ചു വിടാനുള്ളതല്ല, വായിച്ച് ഗ്രഹിക്കുന്നത് പ്രായോഗികമാക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ 25, 30, 40, 50 വർഷമൊക്കെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിനകത്തിരുന്ന് മുരടിച്ച് അവസാനിക്കുകയുള്ളൂ. മുരടിക്കാനാണോ നമ്മുടെ താല്പര്യം? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണെന്നാ? പുതിയ സൃഷ്ടിയെ. കയ്യിലിരിപ്പുണ്ടല്ലോ. പഴയതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. തുടക്കം ഇങ്ങനെ പോവുക കേട്ടോ. നിങ്ങൾക്ക് വിഷമം തന്നെയല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ പറയും. സ്തോത്രം. അത് വേറൊരാളുടെ വിഷമം നോക്കിയല്ല ഞാൻ ദൈവത്തിന് പറയാം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ട പോകും. ഞാൻ 12 വർഷത്തിന് മുമ്പ് നാട്ടിൽ ചെന്നപ്പോൾ കേരളത്തിലെ എൻ്റെ വൈഫിന്റെ അനുജത്തിയൊക്കെ ഒരു സഭയില് മലപ്പള്ളി ഭാഗത്ത്, ഏതാ പർട്ടിക്കുലർ ചർച്ച തന്നെ പറയുന്നില്ല, മറ്റപ്പള്ളി ഏരിയയില്. അപ്പൊ അവരുടെ ഉപവാസപ്രവർത്തനമാണ്. എനിക്കാണെങ്കിൽ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്നെ നിർബന്ധിച്ചൊന്ന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ദൈവത്തിന്റെ വചനം 1-2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ സംസാരിച്ചു. അപ്പൊ എനിക്കൊരു
85-90 വയസ്സുള്ള അവിടുത്തെ എൻ്റെ ഒരു തുടക്കക്കാരനായ ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് കഴിഞ്ഞിട്ട് പോവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പോകണം, എനിക്ക് അത്യാവശ്യമായിട്ടായിരുന്നു, പിന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ്, എനിക്ക് വേറെ കുറേ പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, മോൻ ഇന്ന് വൈകിട്ടോട് ഇവിടെ കാണണം. നമ്മൾ അപ്പച്ചൻ പറ്റില്ല, എനിക്ക് പോകണം. മോൻ ഇന്ന് പകൽ പറഞ്ഞതുപോലെ തന്നെ ആരുടെയും മുഖം നോക്കാതെ വളരെ ശക്തമായിട്ടൊന്ന് വൈകിട്ടും പറയണം. സാധാരണ 85-90 വയസ്സുള്ള ആളുകളൊന്നും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പൊതുവെ ഇരുന്ന് മുരടിച്ചു പോയ അപ്പച്ചന്മാരെയാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വലിയ വൈഡ് വിഷനുള്ള ആളുകൾ ഇരിക്കും എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ആ അപ്പച്ചന്റെ മനസ്സിലൊരു വിങ്ങലില്ലേ, ഇതിനകത്തൊരു ആത്മീയ അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായി വരണമെന്ന് അല്ലേ? സ്തോത്രം. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയാമോ, നമ്മൾ 4 അന്യഭാഷയിൽ കുറച്ച് കൈയടി ഇച്ചിരി പാട്ടുറക്കെ പാടി ഇച്ചിരി ഒന്ന് ശരീരം ഒന്ന് ഇളകി കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വലി എന്തോ ഒന്ന് വളർന്നു എന്നുള്ളത്. സ്പിരിച്വൽ വളർച്ച അകത്തുനിന്ന് വരേണ്ടതാണ്. നമ്മുടെ എക്സ്റ്റേണൽ ഇളക്കം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ത് സ്പിരിച്വൽ അവേക്കനിങ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ഞാൻ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകണം, പാപത്തെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകണം, ഞാൻ പറയുന്ന വാക്കുകളെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകണം, ഞാൻ ചെയ്യുന്ന ക്രിയയെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകണം, പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാകണം. ഓരോ ദിവസം എന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ എനിക്ക് കഴിയണം. സ്തോത്രം. വളർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയണം. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റിനെ കുറിച്ചും ഒരു വാക്കിനെ കുറിച്ചും എനിക്ക് ഒരു കുറ്റബോധം വരുന്നില്ലെങ്കിൽ, എനിക്കൊരു പാപബോധം വരുന്നില്ലെങ്കിൽ, സ്തോത്രം, എനിക്ക് എവിടെ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുക അല്ലേ? സ്തോത്രം. ഒരു ഇല്ല. ഈ തിരുവനന്തപുരത്തൊക്കെ ചെന്നാല് പണ്ടൊക്കെ, ഇപ്പൊ എനിക്കറിയില്ല, ഈ കള്ള് ചത്താനായിട്ട് കയറുന്ന പനയിൽ കയറുന്ന ആളുകൾ അവരുടെ നെഞ്ചൊക്കെ നോക്കണം. നല്ലൊരു 2 ഇഞ്ച് കനത്തിൽ തഴമ്പ് പിടിച്ചിരിക്കുക അല്ലെ? വെടി വെച്ച ഏക്കത്തില്ല, തിരിച്ചിങ്ങോട്ട് പോരും, അത്രയ്ക്ക് നല്ല കട്ട തഴമ്പായിട്ടിരിക്കുക. അതുപോലെ പെന്തക്കോസ്ത് വിശ്വാസികളുടെ വ്യത്യാസമൊന്നുമില്ല. പാസ്റ്റർമാർ കിടന്ന് ഊരുട്ടി അങ്ങോട്ട് വെടിയുണ്ട പോലെ വെച്ചിട്ട്, സ്തോത്രം, ആ പ്രസംഗം കഴിഞ്ഞ് ആശീർവാദം കഴിയുമ്പോൾ ഈ പുള്ളി ചെന്ന് കട്ടിലേക്ക് കിടക്കുക, അല്ലാതെ എന്താണ് ചെന്നത് മുഴുവൻ തിരിച്ച് ഇങ്ങോട്ട് അടിച്ചു കയറിയിരിക്കുക അല്ലേ? ഒന്നും അങ്ങോട്ട് കയറിയിട്ടില്ല അല്ലേ? നല്ല തഴമ്പ് പിടിച്ചിരിക്കുക. എന്താ അറിയാവോ, ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ളതെന്ന് അറിയാവോ? ഇരുവായ്ത്തലുള്ളതാണ് അല്ലേ? അത് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും അല്ലെ? ഒരു സ്പോട്ടിൽ ഒരു 100-150 പ്രാവശ്യം ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന അവിടെ ഒരു തഴമ്പ് ഉണ്ടാകത്തില്ലേ? അല്ലേ? ഉണ്ടാവും. അവിടെ ആ തഴമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു 10-15 പ്രാവശ്യം ഈ വചനം ഇങ്ങനെ കുത്തി 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 എന്താകും? നന്നായിട്ട് ഉറയ്ക്കും. ആ ഉറച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സ്പിരിച്വൽ സെൻസേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ അങ്ങനെ സെൻസേഷൻ ഉണ്ടല്ലോ അല്ലേ? ആ സെൻസിറ്റിവിറ്റി പിന്നെ നമുക്കില്ലാതെ വരും. പിന്നീട് ഇനി നമ്മളിനി എന്ത് പറഞ്ഞോ, ഇതൊന്നും എന്നെ ഏശത്തില്ല ആശാനെ അല്ലേ, ഇതൊന്നും എന്റെ ധൈര്യത്തോടെ പോകുന്ന പരിപാടിയല്ല, ഞാൻ ഇതിനപ്പുറത്തെ കണ്ടിട്ട് വന്നതാണ്, ഇതിന് വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ട് ആടെ വന്ന് ഇങ്ങോട്ട് വേണ്ട എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മൾ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് തിരിച്ചു പോകുന്നത് അല്ലേ? എവിടെങ്കിലും എത്തിയത് കൊണ്ടോ? കുറ്റബോധം ഉണ്ടായോ? പാപബോധം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായോ? ഇല്ല. കഴിഞ്ഞ ആഴ്ചത് പോലെ തന്നെ ഇപ്പോഴും വന്നിരിക്കുന്നു, ഈ ആഴ്ച ഉള്ളതുപോലെ അടുത്ത ആഴ്ച വന്നിരിക്കുന്നു. ഒരു ചേഞ്ച് നമുക്കില്ല, നമ്മുടെ സ്വഭാവത്തിനില്ല, നമ്മുടെ ആത്മീയ മേഖലകളിൽ ഉണ്ടാകുന്നില്ല, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എങ്കിൽ പിന്നെ എന്ത് പ്രാർത്ഥനയാണ് നമ്മളുള്ളത്? ദൈവം അതിന് ഏത് വിധത്തിലാണ് നമ്മളോട് സ്പർശിച്ചത്, നമ്മോട് ഇടപെട്ടത്, നമുക്കൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തന്നത്? ഒരിടത്തും ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതൊരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് യിരെമ്യാവിനോട് പറഞ്ഞത്, ഞാൻ അവരുടെ കല്ലായുള്ള ഹൃദയത്തെ ഞാൻ മാറ്റും അല്ലെ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ സർജറി നടത്തുന്നു. കല്ലായുള്ള ഹൃദയം. എങ്ങനെയും കല്ലായത് ഞാൻ നേരത്തെ പറഞ്ഞോല്ല, കൊണ്ട് 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 തഴമ്പായി 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 ഇരിക്കുകയാണ് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ.
ഈ സാധാരണ എല്ലാ പെന്തക്കോസ്ത് സഭകളിലും ചാക്കോട്ട് നടക്കുന്നു. എന്താ അറിയോ? ഇരുന്നിരുന്ന് കുഴിത്തുരുമ്പ് പിടിച്ചതിനൊക്കെ പോയിക്കൊണ്ട് വരാം. പഴയ സാധനങ്ങൾ വല്ലതും ഉണ്ടോ തിരിച്ചടക്കത്തില്ല അല്ലേ? സ്തോത്രം. 15-20 വർഷം ഒരിടത്ത് കുറ്റി അടിച്ചിരുന്ന് എന്തായിട്ടിരിക്കുകയാണ്? ആക്രിയായിട്ടിരിക്കുക അല്ലേ? ആക്രിയായിട്ടിരിക്കുക. റെസ്റ്റോറേഷൻ ഇല്ല അല്ലേ? ആക്രിയായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ചാക്കുമായിട്ട് എല്ലാ പള്ളിയിലും കയറി ഇറങ്ങുന്നുണ്ട്. പുള്ളിക്ക് ചുമക്കാൻ പറ്റാത്ത പോലെ സാധനത്തെ കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഇടയ്ക്കും പിടിക്കൊക്കെ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പോഴാവശ്യം പോലെ സാധനങ്ങളുണ്ട് അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് കൊള്ളാവുന്നത് കുറച്ചേ ഉള്ളൂ അല്ലെ? ബാക്കിയുള്ള ഭൂരിപക്ഷം എങ്ങനെയാണ്? ഞാൻ ഈ 90കളിലൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, 10% വിശ്വാസികളെ 90ന്റെ കാലത്ത് കേട്ടോ, 10% വിശ്വാസികളെ കർത്താവിന്റെ കാഹളം മുഴങ്ങിയ പോകത്തുള്ളൂ പറയുക. അന്ന 90 കഴിഞ്ഞിട്ട് എത്ര വർഷമായി അല്ലേ? ഇപ്പൊ എത്ര ശതമാനം ആളുകൾ പോകും? നമ്മളതിനെ ചിന്തിച്ചു, എത്ര ശതമാനം ആളുകൾ വിശ്വാസം? ഇപ്പൊ കാഹളനാദം മുഴക്കിയാൽ ദൈവരാജ്യത്തിൽ പോകുന്ന എത്ര പേരുടെ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കൈവെക്കും. ആ വിശ്വാസത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ കയ്യിലിരിപ്പോട് നമ്മൾ പോകും. നമ്മൾ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ കുറവെന്തെന്ന് അറിയാൻ. ആവശ്യമുണ്ടോ? സ്തോത്രം. എന്റെ സ്വഭാവത്തെ ഞാൻ അറിയുന്ന പോലെ ലോകത്തിൽ ആർക്കും അറിയത്തില്ല. അറിയാവോ? ഇല്ല. സ്തോത്രം. എന്റെ സ്വഭാവത്തെ ഞാൻ അറിയുന്ന പോലെ നാട്ടുകാർ അറിഞ്ഞെങ്കിൽ അവർ എന്നെ തല്ലിക്കൊല്ലുമായിരുന്നു. ഇല്ലേ? സ്തോത്രം. പിന്നെ കുടുംബത്തിലുള്ളവർക്കും അറിയാം കുറച്ചൊക്കെ, ഏതാ കൂടെ താമസിക്കുന്നവർക്ക്. ഭാര്യയുടെ നല്ല സ്വഭാവത്തെ എന്താണെന്ന് ഭർത്താവിന് അറിയാം, ഭർത്താവിന്റെ നല്ല സ്വഭാവത്തെ എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയാം. രണ്ടുപേരുടെയും കുറച്ച് സ്വഭാവത്തെ മക്കൾക്കും അറിയാം. എല്ലാം അറിയത്തില്ല, കുറച്ച് കാര്യങ്ങളെ മക്കൾക്കും അറിയാം. അതിനനുസരിച്ച് ആ മക്കളുടെ വളർച്ചയും. ഇല്ലേ? സ്തോത്രം. നമ്മളൊരു കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ തലമുറകളുടെ വളർച്ചയും അവരുടെ സ്പിരിച്വൽ ഗ്രോത്തും. സ്തോത്രം. അതല്ലേ? മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ തിരുവഴുത്തിൽ നിന്ന് കുറച്ച് ചിന്തകൾ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവിന്റെ 3 പ്രധാനപ്പെട്ട കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഈ സബ്ജക്റ്റ് കൊണ്ടെത്തിക്കാവുന്ന തരത്തിൽ കൊണ്ടെത്തിക്കാമോ എന്ന് ഞാനൊന്ന് പരിശ്രമിക്കുകയാണ്. കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ടതായ 3 കാര്യമുണ്ട്. സ്തോത്രം. ഒന്ന്, ഗ്രേറ്റ് കമ്മീഷൻ. നമുക്കറിയാം ഗ്രേറ്റ് കമ്മീഷൻ. 2, ഗ്രേറ്റ് കമാൻഡ്മെന്റ്. 3, ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് ജീവിതത്തെ ആത്മീയമായിട്ടൊന്ന് അവൈക്യം ചെയ്യാനായിട്ട് കഴിയുന്നെങ്കിൽ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാനിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് പിടിച്ചൊക്കെ ആയിരിക്കും പറയാം, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന നിയോഗം അനുസരിച്ചിട്ട്. ഒന്ന്, കർത്താവിന്റെ എന്താ പറയുന്നത് ഗ്രേറ്റ് കമ്മീഷനാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യമാണ്. മാത്യു 28:17. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. 28:17 മാത്യു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇതാണ് ഗ്രേറ്റ് കമ്മീഷൻ. നമുക്കറിയാം, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഒക്കെ പ്രമാണിപ്പാൻ സകലരെയും എന്റെ ശിഷ്യരാക്കി കൊടുക്കുക എന്ന് പറയാം. സ്തോത്രം. അപ്പം കർത്താവ് പറഞ്ഞത്, പിതാവ് സകല അധികാരവും ആർക്ക് തന്നു? പുത്രന് കൊടുത്തു. പുത്രൻ അത് ആർക്ക് കൊടുക്കുകയാണ്? ഡിസൈപ്പിൾസിന് കൊടുക്കുകയാണ്. അല്ലെ? ഞാൻ നേരത്തെ പല പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു, we are not believers,
ബട്ട് വി ആർ ഡിസൈപ്പിൾസ്. മനസ്സിലായല്ലോ? നമ്മൾ വിശ്വാസി എന്നുള്ള തലത്തിൽ ഇരിക്കരുത്, അവിടെ നമ്മൾ വളരണം. മനസ്സിലായോ? നമ്മൾ വിശ്വാസികളായാൽ നമ്മൾ ഒരു തരത്തിലും സ്പിരിച്വൽ അവേക്കനിങ് നമുക്ക് ഉണ്ടാകില്ല. സ്തോത്രം. വിശ്വാസി എന്നതിന് ദൈവവുമായിട്ട് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, അല്ലേ? സ്തോത്രം. നമ്മൾ ദൈവത്തോടെ കുറെ ബാർഗൈനിങ് ചെയ്യുക, ബെഗ്ഗിങ് ചെയ്യുക, ദൈവത്തിന് കുറെ അനുഗ്രഹം വാങ്ങുക, നമ്മൾ സുഭിക്ഷമായി ജീവിക്കുക, മരിച്ചു മൺമറിയുക. അവിടെ സ്വർഗരാജ്യത്തിൽ ചെല്ലണം നിർബന്ധമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഒരു വിശ്വാസി ദൈവരാജ്യത്തിൽ ചെല്ലണോ യാതൊരു നിർബന്ധമില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. കാരണം തിരുവഴുത്ത് പരിശോധിച്ചാൽ, സ്തോത്രം, ഈ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ കാണുന്നത് ദിനം പ്രതി ശിഷ്യന്മാരുടെ എണ്ണം പെരുകിയെന്ന വായിച്ചത്, വിശ്വാസികളുടെ എണ്ണം പെരുകിയെന്നല്ല വായിച്ചത്. പിന്നെ കൂടി വന്നവർ തമ്മിൽ പരസ്പരം എന്താ പറഞ്ഞേ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇല്ല, അവർ തമ്മിൽ ക്രിസ്തുവിൽ സഹോദരങ്ങൾ സഹോദരിമാർ എന്നുള്ള അർത്ഥത്തിലായി. പക്ഷെ കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റിൽ അവരെങ്ങനെയാണ്? അവർ ശിഷ്യന്മാരാണ്, അല്ലേ? ശിഷ്യകളും ശിഷ്യന്മാരുമാണ്. സ്തോത്രം. ഈ ശിഷ്യന്മാരായുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് കുരിശ് കാണും, ഇല്ലേ? കുരിശ് കാണും. സ്തോത്രം. കുരിശില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കുരിശുണ്ട്. സ്തോത്രം. അത് എല്ലാവർക്കും ഒരേ കുരിശാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലർക്കും പല തരത്തിലുള്ള കുരിശുകളായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ആ കുരിശെടുത്ത് കർത്താവ് തന്നെ പറഞ്ഞ എന്താ? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കാനാണ് പറഞ്ഞത്. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ വീടുകളെയോ സ്നേഹിക്കുന്നവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, സഭയിൽ പോകുന്നു. ഇതിന് അപ്പുറത്തേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവത്തിനോ ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ ഒരു പ്രവൃത്തിയും വരുന്നില്ലെങ്കിൽ we are not disciples, we are just a believer. നമ്മൾ കേവലം ഒരു വിശ്വാസി മാത്രമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കാം, സ്നാനപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കാം, 2 മീറ്റിംഗിന് വന്ന് ഇരുന്ന് തരുന്നത് എളുപ്പമായിരിക്കാം ആഴ്ചയിൽ. പക്ഷേ ആമേൻ, കർത്താവിനെ വിളിച്ച വിളിക്കൊത്തവണ്ണം ഞാൻ കർത്താവിന്റെ വേലയിലെ ഒരു ഭാഗവാക്കായി ആമേൻ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എന്നാലാവോളം ഏതെല്ലാം മണ്ഡലങ്ങളിൽ എന്നെ വിളിച്ചിട്ടുണ്ടോ അത് ചെയ്യാൻ കൂടെ ഞാൻ കടപ്പെട്ടവനാണ്, കടപ്പെട്ടവളാണ് എന്ന ധാരണയിലും പ്രാർത്ഥനയിലും എന്റെ പ്രവൃത്തിയും കൂടെ പോകുമ്പോൾ മാത്രമേ, സ്തോത്രം, നമ്മൾ കർത്താവിന് പ്രയോജനമുള്ള ഡിസിപ്പിൾസ് കൂടെയായി മാറ്റപ്പെടുന്നു. അല്ലാത്തടത്തോളം ആകില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നഴ്സറി പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഇപ്പൊ എന്തുണ്ട്? ട്യൂഷൻ, അല്ലേ? KG വിട്ടതേ ഉള്ളൂ, ട്യൂഷൻ. ആ ട്യൂഷന്റെ പേര് പറഞ്ഞ് കൂട്ടായ്മയ്ക്ക് വിടുന്നില്ല, അല്ലേ? ഇവിടുത്തെ എനിക്കറിയില്ല കേട്ടോ, ഞാൻ പൊതുവായ ധാരണയാ പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ, KG പഠിക്കുന്ന പിള്ളേർക്ക് ട്യൂഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടാക്കില്ലേ? സ്തോത്രം. പിന്നെ ആരും പഠിപ്പിക്കും, അല്ലേ? സ്തോത്രം. ഞാൻ 2 പിള്ളേരെ വളർത്തിയതാണ്. ഒരുത്തൻ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. സ്തോത്രം. 12ാം ക്ലാസ് വരെ ഒരു ട്യൂഷനും ഉണ്ടായിട്ടില്ല, ഒരു ട്യൂഷനും വിട്ടില്ല. സ്തോത്രം. ഇതിന്റെ ഇടയ്ക്ക് ആ സഭയിലെ സകല പ്രവർത്തനം, കമ്മിറ്റി മീറ്റിംഗ്, ഇതെല്ലാം വാട്സപ്പിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോഴൊക്കെ അവന് എക്സാം ഉണ്ട്. സ്തോത്രം. അവനവിടെ പോയി പഠിക്കും. സ്തോത്രം. അത്രേ ഉള്ളൂ. അവന് മാർക്കിനൊരു കുറവും വന്നില്ല. സ്തോത്രം. നമ്മൾ മുമ്പേ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അന്വേഷണത്തേക്ക് വന്നാൽ എന്റെ തലമുറയെ തന്നവൻ, സ്തോത്രം, അത് എന്റെ ഇഷ്ടത്തിൽ വന്നതല്ല. തലമുറ ദൈവത്തിന്റെ ദാനമായി എന്നിൽ ജനിച്ചതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ് ഞാൻ, അതിന്റെ ഉടമസ്ഥൻ ദൈവം. സ്തോത്രം. എന്റെ മക്കളുടെ കസ്റ്റോഡിയനാണ് ഞാൻ, അല്ലെ? അതിന്റെ ഉടമസ്ഥനാകാൻ എനിക്ക് എത്രമാത്രം എന്നെ ടേക്ക് ചെയ്യാൻ പറ്റും? സ്തോത്രം. ഇത്ര പ്രായം വരെയല്ലേ എനിക്ക് ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ആരുടെ കയ്യില? ദൈവം തമ്പുരാന്റെ കയ്യില, അല്ലേ? സ്തോത്രം. ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എന്റെ തലമുറയെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ എഡ്യൂക്കേഷനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ ഭാവി എവിടെ എത്തണമെന്ന് ദൈവത്തിന് അറിയാം, അവിടെ കൊണ്ടെത്തിക്കാൻ അവൻ അറിയാം.
സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അതിന് കൂട്ടായ്മ മുടക്കി, ഉപവാസ പ്രാർത്ഥന മുടക്കി, ആരാധന മുടക്കി, സഭയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഞാൻ മുടക്കി, ഞാൻ ഒന്നിനും പങ്കുകൊള്ളാതെ എന്റെ കുഞ്ഞിന്റെ ഇമ്പോർട്ടൻസിലും എന്റെ കുടുംബത്തിന്റെ ഇമ്പോർട്ടൻസിലും മാത്രമായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ മുൻപോട്ട് നയിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിന് ഇമ്പോർട്ടന്റ് ആയെങ്കിൽ ദൈവം തമ്മിൽ ചിന്തിക്കും, നീ അതിന്റെ പുറകെ നടക്കുക, എന്റെ കൺട്രോളിന്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കും. ദൈവത്തിന്റെ നിയന്ത്രണം കൂടെ ഉണ്ടാകണമെങ്കിൽ ആരുടെ പരിപാലനം കൂടെ വേണം? ദൈവത്തിന്റെ കൂടെ ഉണ്ടാകണം, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം LKG പേര് പറഞ്ഞും പിന്നെ പിള്ളേരുടെ ട്യൂഷന്റെ പേര് പറഞ്ഞും നമ്മൾ ആരാധന മുടക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥരല്ലേ? വാസ്തവത്തിൽ നമ്മൾ പോകുന്ന സഭയോട് നമുക്ക് എന്തൊരു കൂട്ടായ്മയുണ്ട്? എന്നെ രക്ഷയിലേക്ക് നയിച്ച എന്റെ കർത്താവിനുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് പ്രയോജനമുള്ളത്? സ്തോത്രം, ഇല്ലേ? ഹല്ലേലൂയ. അപ്പം ഞാൻ അതാ പറഞ്ഞേ, അന്യഭാഷ പറയാൻ എളുപ്പമാണ്. സ്തോത്രം. അന്യഭാഷ പറയേണ്ടതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ പൗലോസ് പറഞ്ഞ പോലെ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ അന്യഭാഷ പറയാം. സ്തോത്രം. ഇനി അന്യഭാഷ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുമുണ്ട് നമുക്ക്. സ്തോത്രം. ഞാൻ പറയുന്ന മുഴുവൻ വേറെ ദോഷമുള്ള കാര്യമാണ്. സ്തോത്രം. എന്താ അറിയാമോ? ഏത് പ്രവൃത്തിയും കാണിച്ചു വന്നിട്ട് നാല് അന്യഭാഷ പറഞ്ഞാൽ, സ്തോത്രം, ലോകവും അവിടെ ഇരിക്കുന്നവരെ വിചാരിച്ചോളും എവരെ പോലെ ആത്മീയരായി വേറെ ആരുമില്ലെന്ന്. പെന്തക്കോസിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? അന്യഭാഷ പറഞ്ഞ് വിശുദ്ധനായി നടക്കുക. പ്രവൃത്തിയിൽ ഒന്നും വേണ്ട, ജീവിതത്തിൽ ഒന്നും വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വായിലൂടെ വരുന്ന അന്യഭാഷയിലല്ല ഒരുത്തൻ വിശുദ്ധനാകേണ്ടത്, അവന്റെ പ്രവൃത്തിയിലൂടെയാണ് വിശുദ്ധനാകേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആർക്കും അന്യഭാഷ പറയാൻ കേട്ടോ, ആർക്കും അന്യഭാഷ പറയാം. ഞാൻ ഈ പറയുമ്പോൾ എന്റെ പാസ്റ്റർ ലൈഫിൽ എനിക്ക് ഒരുപാട് പേരെ എനിക്കറിയാം. സ്തോത്രം. ഡൽഹിയില് ആ സഭയുടെ സെക്രട്ടറി 25 വർഷമായിട്ട് ആ സഭയുടെ സെക്രട്ടറിയും കമ്മിറ്റി മെമ്പറായിട്ടില്ല. പുള്ളി മുമ്പിലായിരിക്കുന്നു. ഒരു സഭയുടെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നപ്പം പുള്ളിയോടെ ഭയങ്കരമായിട്ട് അന്യഭാഷ പറഞ്ഞ് സ്തോത്രം വേറൊരു മൂഡിലേക്ക് എത്തി പുള്ളി അവിടുന്ന് എഴുന്നേറ്റ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ ടേബിളിൽ കയറി അങ്ങ് നിന്നു. 25 വർഷമായിട്ട് അന്യഭാഷ പറയുന്നത് സെക്രട്ടറിയാണ്, അല്ലേ? ടേബിളിൽ കയറിയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നാളത്തെ അന്യഭാഷ ആത്മാവിൻ്റെതായിരുന്നില്ല, പിന്നെ ആരുടെയായിരുന്നു? മറ്റേ പുള്ളിയുടേതാണ്. മനസ്സിലായോ? അപ്പൊ അന്യഭാഷ ആരും പറയും. സ്തോത്രം, മറ്റേ പുള്ളി പറയും, അല്ലേ? ശൗലിൽ നിന്ന് ദൈവത്തിന്റെ അഭിഷേകം പോയി ആ സെക്കൻഡിൽ ദുരാത്മാവിന് കയറിയെന്ന് വായിക്കുന്നില്ലേ? നല്ല ആത്മാവ് ദൈവം നമുക്ക് തന്നിട്ട് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് മറ്റേ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയാൽ ആ സെക്കൻഡിൽ നമ്മെ നോക്കി ഇത്രയും നാൾ നടന്ന ആ ശക്തി നമ്മൾ വലിഞ്ഞത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച അന്യഭാഷ പറഞ്ഞു, ഈ ആഴ്ച അന്യഭാഷ പറഞ്ഞു, നമുക്ക് യാതൊരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷെ അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ആത്മാവിൽ ഒരു തീ ജ്വലനം ഉണ്ടാകുമ്പോൾ മനസ്സിലാകും കേറിയ സാധനം എന്താന്നുള്ളത്. സ്തോത്രം. ഇന്ന് രാവിലെ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം, വി ആർ ഡിസൈപ്പിൾസ്. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ ശിഷ്യത്വത്തിലാണെങ്കിൽ, സ്തോത്രം, ആ കുരിശ് നമ്മിലുണ്ടായിരിക്കും. കുരിശ് കയ്യിലുണ്ടോ, കർത്താവിന്റെ പാതയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. വഴിതെറ്റി സഞ്ചരിക്കാൻ നമുക്ക് പറ്റില്ല. കുരിശില്ലാത്തവന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് വഴിയും പോകാൻ പറ്റുള്ളൂ. കുരിശുള്ളവന്, സ്തോത്രം, ആ കുരിശിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആ മാർഗമേ അവന് സഞ്ചരിക്കാൻ അവൻ അനുവാദമുള്ളൂ. അവൻ അതേ ചിന്തിക്കുകയുള്ളൂ. ആ വഴിയിലൂടെ അവൻ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നടക്കില്ല. സ്തോത്രം. കുരിശില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. ഒരിക്കല് ഈ കുരിശുമായിട്ട് യാത്ര ചെയ്ത ഒരാള് ഭാരം കൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രയും ചുമക്കാൻ എനിക്ക് വയ്യ, ഇതിന്റെ ഒരു അറ്റം ഒന്ന് മുറിച്ചു തരാം. കർത്താവ് പറഞ്ഞു, മോനെ, അത് മുറിക്കാതിരിക്കുക നല്ലത്. പിന്നെ നിനക്ക് ചുമക്കാൻ വയ്യെങ്കിൽ ഞാൻ അവനെ കുറച്ച് മുറിക്കാം. അതിന്റെ താഴത്തെ ഭാഗം കുറച്ച് മുറിച്ചു. കുറച്ചാൾ പുള്ളി സന്തോഷമായിട്ട് കൊണ്ട് കിടന്നു. വീണ്ടും പുള്ളിക്ക് ഭാരം കൂടിയതായിട്ട് തോന്നി. കുരിശെടുക്കുമ്പോൾ ഒരു ഭാരം ഉണ്ട് പൊതുവെ. അപ്പം കർത്താവിനോട് വീണ്ടും പറഞ്ഞു, ഇത് ഇച്ചിരി കൂടെ ഒന്ന് മുറിച്ചാല് എനിക്ക് കുറച്ചുകൂടെ ആയാസമായിട്ട് എടുത്തുകൊണ്ട് നടക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ, മുറിക്കരുത്, അത് ശരിയാകില്ല. തുടരെയുള്ള പ്രാർത്ഥനയായപ്പോ കർത്താവ് പറഞ്ഞു, എന്നാ ഈ കൊണ്ട് കുറച്ചുകൂടെ മുറിച്ചു തരാമോ? സ്തോത്രം. നടന്നു ജീവിതത്തിന്റെ അവസാനം, സ്തോത്രം,
അക്കരെ എത്താനുള്ള സമയമായി. അപ്പോൾ റിറ്റുണ്ട്, പിളർപ്പ്. അപ്പം കർത്താവിന്റെ ഒരു വാക്ക് കേൾക്കാൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു അവനോട്, ഈ പിളർപ്പ് കടക്കണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന കുരിശ് പാലം പോലെ അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. അവൻ ഇട്ട് നോക്കിയപ്പോ എത്തത്തില്ല. കാരണം 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച മുറിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പം കർത്താവ് പറഞ്ഞു, മോനെ, ഇത് 2 പ്രാവശ്യമായിട്ട് നീ മുറിച്ചില്ലേ, അത് മുറിക്കാതെ നിന്റെ കയ്യിൽ തന്നത് നീ അവസാനം വരെ സൂക്ഷിക്കണമേ. സ്തോത്രം. ഇനി വെച്ച് ചേർക്കാൻ പറ്റുന്ന കാര്യമല്ല, നിനക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല. സ്തോത്രം. നമുക്ക് ദൈവം തമ്പുരാൻ ഓരോ കുരിശ് തന്നിട്ടുണ്ട്. അത് പാതി വഴി ഉപേക്ഷിച്ച് നടക്കാനല്ല. സ്തോത്രം. ഇടയ്ക്ക് വെച്ച് മുറിപ്പിക്കാനുമല്ല. സ്തോത്രം. ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ അത് ചുമന്ന് ജയിച്ചതിനെയാണ്. സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു പറഞ്ഞു. സ്തോത്രം. ഇത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചവനെ അല്ല, പകുതിക്ക് വെച്ച് മുറിച്ചവനെയുമല്ല, അതിൽ ഉപരി അവൻ ദൈവം കൊടുത്ത നാള് മുതൽ സസന്തോഷം അതിനെ സ്വീകരിച്ചുകൊണ്ട് അവൻ ജീവിതത്തിന്റെ അവസാനം വരെയും അവൻ അതിനുവേണ്ടി പോരാടി നിന്നവനെയാണ് ജയിച്ച വിശ്വാസി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവനാണ് ആത്മീയത്തിൽ വളർന്നവൻ, ദൈവകൃപയിൽ വളർന്നവൻ, ദൈവശക്തിയിൽ നിന്നവൻ. അവനെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഈ മിഷനുമായിട്ട്, അല്ലെങ്കിൽ ഈ നിങ്ങൾ എല്ലായിടും പോയി സുവിശേഷം പറഞ്ഞ് സകല അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സംശയം, ഈ കുരിശെന്ന് പറയുമ്പോൾ കഷ്ടത മാത്രമാണ്. കുരിശെന്ന് ഉദ്ദേശിക്കുന്നത് ത്യാഗമാണ്, സഹനമാണ്. അതിനകത്ത് എല്ലാം കൂടെ ചേരുന്ന എല്ലാം ഉണ്ട്, സമ്മിശ്രമാണ്. പക്ഷെ അതിന്റെ അവസാനമാണ് എന്തുണ്ടാകുന്നത്? ഒരു ഉയർപ്പ്. Where there is no cross, no crown. അല്ലേ? സ്തോത്രം. കുരിശുണ്ടെങ്കിൽ എന്തുള്ളൂ? കിരീടം ഉണ്ടാവുള്ളൂ. ക്രിസ്ത്യൻ ലൈഫ് എപ്പോഴും സമൃദ്ധിയുടേതല്ല, എപ്പോഴും പട്ടുമത്തയുടേതല്ല. ക്രിസ്ത്യൻ ലൈഫ് എപ്പോഴും സഹനത്തിൻ്റെതാണ്. സ്തോത്രം. ത്യാഗത്തിൻ്റെതാണ്. സ്തോത്രം. ഇനി ലവിനെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഊഷ്മളമായിട്ടല്ലേ, സന്തോഷമായിട്ടല്ലേ, അല്ലേ? പക്ഷേ ഈ 7-8 ഗ്രീക്ക് പദങ്ങളുണ്ട് ലവ്. സ്തോത്രം. 8 നമുക്കെല്ലാത്തിനും സ്നേഹം പറയുമോന്നൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഗ്രീക്കിൽ ഓരോന്നിനും. സ്തോത്രം. നമ്മളെപ്പോഴും ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അഗാപ്പെ, അല്ലേ? പിന്നെ വേറൊന്നാണ് ഫിലയോ, അല്ലേ? സ്തോത്രം. സ്റ്റോർഗെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്റ്റോർഗെ? സ്തോത്രം. സ്റ്റോർഗെ എന്ന് പറയുന്ന ഫാമിലി ലൈഫ്. അപ്പനും മക്കളും ഭാര്യ ഭർത്താവും മക്കളും എല്ലാം കൂടെ ചേരുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, അതിനെയാണ് സ്റ്റോർഗെ എന്ന് പറയുന്നത്. സ്റ്റോർഗെ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അസ്റ്റോർഗെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മക്കളോട് കരുണയില്ലാത്ത മാതാപിതാക്കൾ എന്നുള്ളതാണ് അസ്റ്റോർഗെ. ഫിലയോ എന്ന് പറഞ്ഞാൽ ബ്രദർലി ലവ് ആണ്. സ്തോത്രം. സഹോദര്യം. ഇതൊക്കെ സഭയ്ക്കകത്തുള്ള സാധനമാണ്. സ്തോത്രം. ഈ എന്താണ് ഈ ഫിലയോ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ വേറൊരു പദത്തിൽ നിന്നാണ് ഫിലദൽഫിയ എന്നൊക്കെ ഉള്ള പദം വരുന്നത്. സ്തോത്രം. അതുപോലെയാണ് എറോസ് എന്ന് പറയുന്നത്. സ്തോത്രം. എറോസ് എന്ന് പറയുന്നതിനകത്തു നിന്നാണ് സ്തോത്രം ഈ എറോട്ടിക് കവിതകളും കഥകളും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇന്റിമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എറോസ് എന്ന് പറയുന്നത്. ജഡികമായിട്ടുള്ളത് ഫ്ലഷ്ലി എന്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് എറോസ്. അപ്പൊ നമ്മൾ ഈ എറോട്ടിക് പോയംസ് എന്നൊക്കെ നമ്മുടെ ഉത്തമഗീതമൊക്കെ അതിനകത്ത് പെടും. എറോട്ടിക് പോയത്തിനകത്ത്. അപ്പൊ ഇങ്ങനെ ഉള്ള അപ്പൊ ഇതുപോലെ കുറെ മാനിയ എന്ന് അതൊരു ഗ്രീക്ക് പദമാണ് കേട്ടോ. സ്തോത്രം. അതൊരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ടാകുന്ന സാധനമാണത്. സ്തോത്രം. ഇങ്ങനെ കുറെ പദങ്ങൾ. അതിന്റെ ഒരു പദമാണ് സ്തോത്രം. നമ്മളെപ്പോഴും അഗാപ്പെ എന്ന് പറയത്തില്ലേ? അഗാപ്പെ ലവ്, അല്ലേ? അപ്പൊ എന്താ ഈ അഗാപ്പെ? ക്രിസ്ത്യൻ ലവ് എപ്പോഴും അഗാപ്പെ ലവ് ആണ്. അതിന്റെ വേറൊരു തലത്തിലേക്ക് വരുമ്പോ എന്താണ്? സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം?
ലവ് എന്ന് പറയാം. എന്ത് ലവ്? ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹം ഏത് സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം ഏത് സ്നേഹം? ജീവൻ തന്ന സ്നേഹം. അതാണ് ദൈവത്തിന്റെ സ്നേഹം. സ്തോത്രം. തന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ലവ് എന്നാണ് അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം. കറക്റ്റ്. സാക്രിഫിഷ്യൽ ലവ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച്, അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കണം, ഒരു ഓപ്പോസിറ്റ് വേൾഡിൽ ഇരുന്ന ഒരാളെ സ്തോത്രം ഇൻകാർണേഷനായി ഈ ലോകത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? സ്തോത്രം. അതുകൊണ്ടാണ് ജ്ഞാനവാദികളൊക്കെ പറയുന്നത് അങ്ങനെ ഒരാൾക്ക് ഇൻകാർണേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗോഡ് ഈസ് മോസ്റ്റ് ഹോളി. സ്തോത്രം. ദിസ് എർത്ത് ഈസ് ഈവിൾ. അപ്പം എർത്ത് ഈവിൾ ആണ്. ദൈവം എന്ന് പറയുന്നത് അതിപരിശുദ്ധനാണ്. അതിപരിശുദ്ധനായ ദൈവത്തിന് ഒരിക്കൽ പോലും ഈ ഈവിൾ വേൾഡിൽ കാലുകുത്താൻ പറ്റില്ല എന്ന് നോസ്റ്റിക് ഫിലോസഫി പറയുന്നതിന്റെ കാരണം അതാണ്. സ്തോത്രം. ആമേൻ. അപ്പൊ പക്ഷേ അങ്ങനെയുള്ള ആ ദൈവം തമ്പുരാൻ ജഡാവതാരമായി ഈ ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നതിന് എന്താണ്? ഒരു സാക്രിഫൈസ് ആണ് അല്ലേ? സാക്രിഫൈസ് ആണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 വേഴ്സ് 9 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും എന്താണ് നിങ്ങളുടെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ അല്ലേ? ദാറ്റ് ഈസ് സാക്രിഫൈസ്. നമുക്ക് ത്യജിക്കാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ സ്ഥാനം ത്യജിക്കാൻ പറ്റുമോ? സമ്പന്നത ത്യജിക്കാൻ പറ്റുമോ? കയ്യിരിക്കും ത്യജിക്കാൻ പറ്റുമോ? ഇല്ല. ചിന്തിച്ചു നോക്ക് ഇല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പം അതൊരു സാക്രിഫൈസ് അല്ലേ? സ്തോത്രം. 33 തിരുവയസ്സിൽ സ്തോത്രം കാൽവരി കയറി. സ്തോത്രം. അവിടെ 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ട് മാനവന്റെ മുഴുപാപവും സ്വന്തം ചുമലിൽ പിതാവ് വെച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ മരണത്തോടെ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ that is sacrifice. ഹല്ലേലൂയ. ശേഷം അടുത്തത് ഗെത്സമനിൽ എല്ലാ ശിഷ്യന്മാരും വിട്ടുപോയി. ഒരുത്തൻ മുഖത്ത് നോക്കി തള്ളി പറഞ്ഞവനെ എനിക്ക് അറിയില്ല എന്ന്. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യവന്മാരെല്ലാം തേടി കടൽക്കരയിൽ പോയി. That is sacrifice. അവനെ വിട്ടുകളഞ്ഞതല്ല. തള്ളിപ്പറഞ്ഞവനെ വിട്ടുകളഞ്ഞതല്ല. അറിയില്ല എന്ന് പറഞ്ഞവനെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല. അവനെ തേടി അതിരാവിലെ കടൽക്കര അവൻ എവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന കർത്താവ് അവിടേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ അവർക്ക് കഴിക്കാനുള്ള ചൂടപ്പവും മീനും കൊടുത്തിട്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ ആ സ്നേഹത്തെയാണ് സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത്. പറ്റുമോ നമുക്ക്? സ്തോത്രം. സഭയിൽ മിണ്ടാത്തവരില്ലേ? സംസാരിക്കാത്തവരില്ലേ? സ്നേഹചുംബനം കൊടുക്കാത്തവരില്ലേ? സ്തോത്രം. കർത്തൃമേശ എടുക്കും പക്ഷെ മിണ്ടാത്തവരില്ലേ? ഹല്ലേലൂയ. ഉപവസിക്കും പക്ഷെ പരസ്പര സ്നേഹമില്ലാത്തവരില്ലേ? ഹല്ലേലൂയ. ആരാധിക്ക് അന്യഭാഷ പറയും പക്ഷെ പരസ്പരം സംസാരിക്കാത്തവരില്ലേ? ഹല്ലേലൂയ. അപ്പം നുറുക്കുന്നത് എന്തിനാ അത് കഴിക്കുന്നത്? സ്തോത്രം. നിന്റെ സഹോദരനോട് നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഒരു പായിലിരുന്ന് ആരാധിക്കുന്നവനോട്, ഒരപ്പത്തിന്റെ അംശിയായവനോട് നിനക്ക് മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ, ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വിട്ടുകളയാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നീ എന്തിനാ ഈ അപ്പം എടുത്തത്? നീ എന്തിനാ ഉപവസിച്ചത്? നീ ഏത് അന്യഭാഷയാ പറഞ്ഞത്? നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവേദ അത് ദൈവികമല്ല. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ അവൈക്കനിങ് വേണം. പക്ഷേ ഒരു സാക്രിഫിഷ്യൽ ലവിലേക്ക് എത്താൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് ഇതിന്റെ പ്രശ്നം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷാപതി അപ്പോഴപ്പം കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ആത്മീയനായി പോവുക. സ്തോത്രം. ഒരാൾ അപ്പം നുറുക്കി എടുത്ത് തിന്നാൻ അവൻ ആത്മീയനാവുന്നില്ല. ഹല്ലേലൂയ. നീ എപ്പോഴാണ് ആത്മീയനാവുന്ന അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിന്നോട് മിണ്ടാതിരുന്ന, സംസാരിക്കാതിരുന്ന, നീ പോകാതിരുന്ന, ആമേൻ, ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, സ്തോത്രം, നിന്നോട് മിണ്ടാതിരുന്ന ആളിനെ കണ്ടിട്ട് ആമേൻ, സഹോദര സഹോദരി, ആമേൻ എന്ന് പറഞ്ഞിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച്
സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന്റെ തെളിവ് അവിടെ വെളിവാകുകയാണ്. അപ്പോഴാണ് നീ അപ്പം നോക്കിയത് യഥാർത്ഥ അർത്ഥം ശരിയായി വരുന്നത്. അല്ലാതെ അപ്പം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരാഴ്ച കർത്തമേശ എഴുതി എല്ലാവരും എന്നെ എന്ത് വിചാരിക്കും? അപ്പൊ ആര് വിചാരിക്കുന്നു നമ്മുടെ പ്രശ്നം? സഭയിലെ വിശ്വാസികൾ വിചാരിക്കുന്ന പ്രശ്നം. കർത്താവ് എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് എടുത്തപ്പം എവിടെയൊക്കെ എനിക്ക് പ്രശ്നമുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങള് എനിക്കൊന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ സഹോദരിമാരെ അറിയുമ്പോഴേ ആ കല്ലയിലിരുന്ന ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോടും ശേഷം പത്രോസിനോടും പറയാനാണ് പറയുന്നത്. എടുത്തൊരു മുഖം പറയുന്നത്. മുഖത്ത് നോക്കി 3 പ്രാവശ്യം എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ സ്തോത്രം അവിടെ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, പത്രോസിനോട് ചെന്ന് പറ. ഹല്ലേലൂയ സ്തോത്രം. കടൽക്കരയിൽ വന്നിട്ട് സ്തോത്രം അപ്പം കൊടുത്ത് 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനെ തിരിച്ച് റീകൺഫെഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് റീകൺഫെഷൻ എന്താണെന്ന് അറിയാമോ? സ്തോത്രം. പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്തോത്രം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ച ഒരു പദപ്രയോഗമുണ്ട്. അത് ചോദിച്ച ആ സ്നേഹത്തിൻ്റെത് അഗാപ്പേ ലവ്. ഹല്ലേലൂയ. അഗാപ്പേ ലവ് ചോദിച്ചു. അപ്പൊ പത്രോസ് പറയുന്നത് എന്താണ്? എനിക്ക് നിന്നോട് പ്രിയമുള്ളൂ. പത്രോസ് തിരിച്ചു കർത്താവോട് പറയുന്ന ലവ് എന്നറിയാമോ? ഫിലയോയാ. എനിക്കൊരു ബ്രദർലി ലവ് നിന്നോടുണ്ടോ? സ്തോത്രം. 16-ാം വാക്യത്തിൽ വീണ്ടും ചോദിക്കുന്നു, പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? സെക്കൻഡ് വീണ്ടും കർത്താവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. പത്രോസ്, എന്നാലും നിനക്ക് എന്നോടൊരു അഗാപ്പേ ലവ് ഉണ്ട്. കാരണമുണ്ട്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, നീ സ്തോത്രം അനുഭവിക്കുന്ന ഒക്കെ ഞാനും അനുഭവിക്കാൻ തയ്യാറാണ്. കർത്താവ് ചോദിക്കുക, നിനക്ക് ഒരു സാക്രിഫിഷ്യൽ ലവ് എന്നോടുണ്ടോ? പത്രോസ് വീണ്ടും അവനോട് പറയുന്നത്, യെസ് ബട്ട് നോട്ട് അഗാപ്പേ. സ്തോത്രം. ബട്ട് ഫിലിയോ, ഒരു ബ്രദർലി ലവ് മാത്രമേ എനിക്കുള്ളൂ. 3-ാമത്തെ ചോദ്യം, സ്തോത്രം, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? സ്തോത്രം. 3-ാമത്തെ ചോദ്യം കർത്താവ് ചോദിക്കുന്നത്, സ്തോത്രം, എന്താ അറിയാവോ? പത്രോസ്, നീ 2 പ്രാവശ്യം പറഞ്ഞതുപോലെ നിനക്ക് എന്നോട് ബ്രദർലി ലവ് എങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചു. സാഹോദര്യ സ്നേഹമെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. എത്ര ഹൃദയസ്പർശിയായ ഒരു ചോദ്യമാണ് ചോദിച്ചതറിയാമോ? ഒരു സാഹോദര്യ ബന്ധമെങ്കിലും പത്രോസേ നിനക്ക് എന്നോടുണ്ടോ? നീ തുറന്ന് പറയാം. ഹല്ലേലൂയ. സാഹോദര്യ ബന്ധം ചെറിയ ബന്ധമല്ല, ക്രിസ്തുവിലുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അത് വല്ലാത്തൊരു ഇഴയടപ്പമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരല്ലേ ഈ ദേശത്ത് കടന്നു വന്ന്, അല്ലേ? ഈ സഭയുള്ള ബന്ധത്തിൽ കൂടി സ്തോത്രം ഇവിടെ കൂട്ടായ്മ ആചരിക്കുന്നു. ഒരേ സഹോദരങ്ങളെ പോലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ അമ്മ പ്രസവിച്ച പ്രൈസലോ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ വേറെ എവിടെയെങ്കിലുമൊക്കെ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ആരാ? ഈ ഇരിക്കുന്നവരല്ലേ? സ്തോത്രം. ഇതെന്തൊരു ആത്മബന്ധമുള്ളത്! ഹല്ലേലൂയ. എന്തോര് ഹല്ലേലൂയ. ആ ബന്ധത്തിന്റെ ആഴവും അതിന്റെ ഊഷ്മളതയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിന് അപ്പുറത്തുള്ളതല്ലേ? സ്തോത്രം. അങ്ങനെ ഒരു ആത്മബന്ധമല്ലേ ഇതെന്ന് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആ ബന്ധം 3.5 വർഷം നമ്മൾ ഒരുമിച്ച് കിടന്നു, ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് വർത്താനം പറഞ്ഞു, ഒരുമിച്ച് കഴിച്ചു, ഒരുമിച്ച് കുടിച്ചു, പ്രൈസ് ദി ലോർഡ്, ഒരുപോലെ ജീവിച്ച സ്തോത്രം ആ ഒരു ബന്ധത്തിന്റെ ഇഴയടുപ്പം, ഒരു സാഹോദര്യ ബന്ധം പത്രോസേ നിനക്ക് എന്നോടുണ്ടോ എന്ന് യേശു കർത്താവ് ചോദിക്കുമ്പോൾ സ്തോത്രം അവൻ പൊട്ടിക്കരഞ്ഞു പോയി. പത്രോസ് കരഞ്ഞു.
ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ അഗാപ്പയുടെ പവർ കണ്ടോ? സ്തോത്രം, അഗാപ്പയുടെ പവർ കണ്ടോ? പക്ഷെ പത്രോസ്, എനിക്ക് നിന്നോടൊരു വിലയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞവൻ തന്റെ നാട്ടിൽ സെഖ്യോൻ മാളിക മുറിയിൽ തന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ അവൻ ആട് മാറി. സ്തോത്രം, ജീവിതം മാറി, അവന്റെ തീരുമാനം മാറി. അവന്റെ കമ്മിറ്റ്മെന്റിന് വ്യത്യാസം ഉണ്ടായി, അവന്റെ മിഷന് വ്യത്യാസം ഉണ്ടായി. സ്പിരിച്വൽ അവേക്കനിങ് പോകുന്ന പോക്ക് കണ്ടോ? ഹല്ലേലൂയ. ഒരാളിൽ വരുന്ന വ്യതിയാനം കണ്ടോ? ഒരു മുന്നേറ്റം കണ്ടോ? ഹല്ലേലൂയ. ദൈവാത്മാ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അവന്റെ സ്വഭാവത്തിന്, അവന്റെ ചിന്തയ്ക്ക്, അവന്റെ പ്രവർത്തനത്തിന്, അവന്റെ ജീവിത ശൈലിക്ക്, ദൈവത്തോടുള്ള ഇടപാടുകൾക്ക്, കൂട്ടായ്മകൾക്ക്, മറ്റുള്ളവരോടുള്ള സഹവാസങ്ങൾക്ക്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവൻ ടോട്ടലി ചേഞ്ച് ഉണ്ടാകുന്നത്. അതില്ലെങ്കിൽ നമ്മിൽ ദൈവാത്മാവ് ഭരിക്കുന്നില്ല, നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ വാസമില്ല, അവൻ നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഗത്സമനയിൽ ഒളിച്ചോടിയവൻ ഒരു ബാല്യക്കാരി സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് അവനെ അറിയില്ല എന്ന് 3 പ്രാവശ്യം മുഖത്ത് നോക്കി തള്ളി പറഞ്ഞവൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാഭിഷേകം വന്ന് അന്യഭാഷയിൽ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ യെരൂശലേമിലെ തെരുവീതികൾ 1000കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. ഗത്സമനയിൽ കൂടിയതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ അന്യഭാഷയുടെ ശബ്ദം കേട്ട് അവിടെ തടിച്ചുകൂടി. അന്നത്തെ പത്രോസിന്റെ സ്വഭാവമായിരുന്നെങ്കിൽ സെഖ്യോൻ മാടിയ മുറി അടുത്ത ജനൽ വഴി ചാടി ഓടി പത്രോസ് പോയി. പക്ഷേ പോയോ പത്രോസ്? അവന് ഭയം ഉണ്ടായോ? ഭീതി ഉണ്ടായോ? മനുഷ്യന്റെ മുമ്പിൽ അവൻ ഭയപ്പെട്ടോ? യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അവന്റെ ഉള്ളത്തിലേക്ക് യോവേൽ പ്രവാചകന്റെ തിരുവഴുത്ത് അവൻ വലിഞ്ഞു കയറി. സ്തോത്രം. അവൻ ചാടി എഴുന്നേറ്റു. അവനോടൊത്ത് ബാക്കി 11 പേര് കണ്ടോ? മിഷൻ കമ്മിറ്റ്മെന്റ് പോകുന്ന പോക്ക് കണ്ടോ? സ്തോത്രം. 11 പേരോട്. അതിനു മുമ്പ് എന്താ പറഞ്ഞത്? സ്തോത്രം. ഞങ്ങളിൽ ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? പരസ്പരം ഭിന്നതയായിരുന്നു. ആമേൻ. പരസ്പരം യോജിക്കാൻ കഴിയുമായിരുന്നില്ല, മനസ്സുകൊണ്ട് അടുക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അവർ വലിയ ചലനം ഉണ്ടായപ്പോൾ അവരിൽ ആരും വലിയവരായിട്ടുണ്ടായിരുന്നില്ല. അവർ 11 പേരും ഒന്നായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു, ഒരു മനസ്സായിരുന്നു, ഒരു ശരീരമായിരുന്നു, ഒരു വചനമായിരുന്നു. അവരിൽ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ വാത്സല്യ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് പോകാം, പക്ഷെ അത് കഴിയുമ്പോൾ അടുത്തിരിക്കുന്നുള്ള മിണ്ടാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, മനസ്സൊന്ന് അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവന്റെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവന്റെ രോഗത്തിലൊന്ന് ചെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അവന്റെ ബുദ്ധിമുട്ട് അറിയുമ്പോൾ ചെന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്നത് ഈ ആത്മാവല്ല. ഹല്ലേലൂയ. കണ്ടോ? സ്തോത്രം. ഒരുമിച്ച് നിന്നപ്പോൾ അവിടെ കണ്ട മിറാക്കിൾ കണ്ടോ? അവിടെ രോഗിയെ സൗഖ്യം, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുമല്ല, 3000 ജനത്തിന് മാനസാന്തരം ഉണ്ടാവുക. സഭ ഒരുമിച്ച് നിൽക്കട്ടെ. ഈ ദൈവദാസന്റെ വായിലുള്ള വചനം നിഷ്ഫലമായി പോകില്ല. നിങ്ങളുടെ പ്രാർത്ഥന നിഷ്ഫല, കാരണം നിങ്ങളുടെ ദൈവദാസനോട് ഒരുമിച്ച. ഹല്ലേലൂയ. ഒരു മനസ്സാ, ഒരാത്മാവാ, ഒരു ലക്ഷ്യമാ, ഒരു പ്രവൃത്തിയാ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. അനുതാപം ഉണ്ടാകും, പാപബോധം ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, ആത്മാക്കൾ കടന്നു വരും. സ്തോത്രം. ദൈവം എല്ലാ കാലത്തും സഭയിൽ ആഗ്രഹിക്കുന്ന പ്രവൃത്തി അതാണ്. സ്തോത്രം. അപ്പോൾ മാത്രമേ സ്പിരിച്വൽ അവേക്കനിങ് എന്ന ആ ചിന്തകളിലേക്ക് ദൈവസഭ ആയി വരികയുള്ളൂ എന്നുള്ളത് ഇന്ന് രാവിലെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവരവർക്ക് തോന്നിയതുപോലെ, അവരവർക്ക് ഇഷ്ടം പോലെ, അവരവരുടെ ചിന്തകളിലൂടെ വരുന്നത് പോലെ ഞാനാണ് വലിയവൻ അല്ലെങ്കിൽ വേറെ ആരാ എന്നുള്ള ഒരു ചിന്താഭാവത്തിൽ അവർക്ക് വേറെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ചെയ്യട്ടെ, അവരൊക്കെ ചെയ്യട്ടെ, ഞാൻ അവിടെ ആദ്യമല്ലല്ലോ, എന്നെ അവിടെ ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്നല്ല. ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. ഒരവയവത്തിന്റെ പ്രവൃത്തി മറ്റൊരു അവയവത്തിന് ചെയ്യാൻ കഴിയില്ല. എന്റെ കൈയുടെ നഖത്തിന് വേറൊരു അവയവത്തിന് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻ അതിനുണ്ട്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ആരും അറിഞ്ഞല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ സഭയ്ക്കല്ല, ഈ ദൈവദാസനല്ല, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കല്ല. നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും ദൈവത്തിനാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ സഭയ്ക്കകത്ത് അവയ്ക്കുണ്ടാകും.
യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ചെയ്യുന്നു. സഭ അങ്ങനെ അങ്ങോട്ട് വളരുന്നെങ്കിൽ ഹല്ലേലൂയ, ഇതിനകത്ത് അത്ഭുതം നടക്കണം. അങ്ങനെ സഭയുള്ള അത്ഭുതം നടന്നിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റർ പോലും അറിയാതെ ആശുപത്രിയിൽ പോകേണ്ടിയൊന്നും വരത്തില്ല. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. രാത്രിയുടെ 2 യാമത്തിലോ 3 യാമത്തിലോ ഒക്കെ പിള്ളേർക്ക് സുഖമില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് സുഖമില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അധികാരത്തോടെ കൈ നീട്ടണം. യെസ്, അതെപ്പോഴാ സംഭവിക്കുന്നത് അറിയാമോ? സ്തോത്രം. ആ ഡിസേബിൾഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ആ ഒരു സാക്രിഫിഷ്യൽ ലവിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ചിലതൊക്കെ ആയി മാറാൻ, ചിലതൊക്കെ ചെയ്തെടുക്കാൻ അപ്പോഴൊരു അധികാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. അത് വരുമ്പോൾ സ്തോത്രം നമുക്ക് സംശയം ഉണ്ടാകില്ല. ഹല്ലേലൂയ. ഞാൻ ഹരിയാനയിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു സഹോദരൻ വേറൊരു ചർച്ചിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ലോലി അദ്ദേഹത്തിന്റെ എല്ലാ മസിൽസും വർക്കാകാതെ, കണ്ണിന്റെ ഇമ പോലും വെട്ടാതെ കിടപ്പാ കംപ്ലീറ്റ്. അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു മറിച്ചാൽ കിടത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വേണം. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ചെന്നിട്ടാണ് ഒന്ന് ഇതാക്കുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്പൈനലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ട് ഭയപ്പെട്ടു. ആദ്യം വരെ ഒരു ഉഴപ്പി നടന്നൊരു മനുഷ്യൻ ഓപ്പറേഷൻ, എന്നിട്ട് ഈ മസിൽസ് ഒന്നും വർക്കാതെ ഇരുന്നിട്ട് പോലും വേണ്ട വിധത്തിൽ ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓപ്പറേഷൻ ആകും, അത് സക്സസ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ 7 days ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് ഭാര്യയോട് പറഞ്ഞു. സ്തോത്രം. 7 days ഫാസ്റ്റിംഗില് ഓരോരുത്തരെ വിളിച്ചു. ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ ഒരു 7 days ഫാസ്റ്റിംഗ് വെച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവും പകലും പാസ്റ്റർ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച പകൽ ഞാൻ വരാം, വൈകുന്നേരം അവിടെ അടുത്തൊരു IBC ചർച്ച് ഉണ്ട്, IBC ചർച്ചിന്റെ കൺവെൻഷനാണ്, അന്ന് വൈകിട്ട് ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമമായി. എന്നാൽ പാസ്റ്റർ ഒരു ടൈമെങ്കിലും വാ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഈ സഹോദരൻ അവിടെ കൊണ്ട് കിടത്തിയിരിക്കുക. അതായത് ഒരു ചലനമില്ല, കണ്ണ് തുറന്നിരിക്കുന്ന വർത്താനമൊക്കെ പറയും, പക്ഷേ സ്തോത്രം ചലിക്കുകയില്ല. സ്തോത്രം. ഞാൻ ദൈവത്തിനെ സംസാരിച്ച് വരുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ ഒരു നിയോഗം തന്നു. സ്തോത്രം. ആ നിയോഗം തരുമ്പോൾ എനിക്ക് 100,000 ചിന്തകൾ എന്റെ തലച്ചോറിനകത്തൂടെ വലിഞ്ഞു കയറിപ്പോയി. സ്തോത്രം. അപ്പോഴും പരിശുദ്ധാത്മാവിനോട് ധൈര്യം തന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ കൽപ്പിക്കുക. സ്തോത്രം. യവനോട് എഴുന്നേൽക്കാൻ പറ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് കണ്ണും പൂട്ടി, സ്തോത്രം, അവിടെ ഇരിക്കുന്ന ജനസമൂഹത്തെ അവൻ നോക്കാതെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടത്, സ്തോത്രം, ആളുകൾ എല്ലാവരും ഈ ജോലിക്കുട്ടിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പതുക്കെ പുള്ളി എഴുന്നേറ്റു. എന്നിട്ട് മുട്ടയിലിരുന്നു. സ്തോത്രം. പിന്നെ തന്നെ എഴുന്നേറ്റു. സ്തോത്രം. പുള്ളി നേരെ ടോയ്ലറ്റിൽ പോയി, തിരിച്ചു വന്നു. സ്തോത്രം. ആളുകൾ നോക്കി വണ്ടറായിട്ട് നിൽക്കുകയാണ്. 1 വർഷത്തിലധികം ഒരേ കിടപ്പിൽ കിടന്ന ഒരു സഹോദരൻ. സ്തോത്രം. ഹല്ലേലൂയ. അവസാനം പുള്ളി ഒരു പേപ്പർ പേനായി കുട്ടിയെ കൊണ്ട് എടുപ്പിച്ചു. സ്തോത്രം. കാരണം തനിക്കൊരു പേപ്പർ പോലും പിടിക്കാൻ തന്റെ കൈയുടെ വിരലുകൾ ചലിക്കുമായിരുന്നില്ല. എടുത്തു, എഴുതി, എല്ലാം ക്ലിയറായി. സ്തോത്രം. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയാതിരുന്നോ അതൊക്കെ ആ സമയത്ത് പുള്ളി ചെയ്തു നോക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ദേശത്ത് വളരെ കീർത്തിയായി. സ്തോത്രം. ആമേൻ. ബ്രദർ ജോലിക്കുട്ടി എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഇന്നും അത്ഭുതങ്ങൾ നടക്കും, ഇന്നും അത്ഭുതങ്ങൾ നടക്കും, ഇന്നും വിടുതലുകൾ നടക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകണം, നമ്മളൊരു ഒരുമ ഉണ്ടാകണം, നമ്മളൊരു ഐക്യത ഉണ്ടാകണം, നമ്മളൊരു പ്രാർത്ഥന ഉണ്ടാകണം, നമ്മിലേക്ക് ദൈവത്തിന്റെ കൃപയാർജിച്ചു വരണം. അവൻ സംഘടന മാത്രമായിട്ട് പോകാനല്ല, ദൈവത്തിന്റെ സഭ സംഘടനയല്ല, ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആത്മാവ് ഒഴുകുന്ന അവൻ ദൈവത്തിന്റെ തിരുഹൃദയമാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ നിങ്ങൾ ഒരുക്കിപ്പെടുത്തുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രശ്നങ്ങളെ നോക്കി ഉറക്കം വെച്ച് പറയണം,
സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ വീണ്ടും തിരിച്ചു വരും. ഓരോന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് പ്രധാനമായിട്ട് രണ്ട് കൂട്ടരാണ്. നമ്മൾ വേറെ പറയുന്ന കുറെ അവിടെ നിൽക്കണം. രണ്ട് കൂട്ടർ. ഒന്ന് ദൈവത്തിന്റെ മക്കളാണ്, അല്ലെ? വി ആർ ദ ചിൽഡ്രൻ ഓഫ്, ഇല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ പേരൻസ് നമ്മളാരാണ്? മക്കളാണ്, അല്ലേ? സ്തോത്രം. നമ്മൾ എത്ര വളർന്നാലും നമുക്ക് മക്കളുമായി കൊച്ചുമക്കളുമായി ഒക്കെ വന്നാലും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വലിയ വാസ്ത്ര ആയാലും അവരെന്നെ എന്തേ വിളിക്കുള്ളൂ? എടാ ജോൺസ് എന്നേ വിളിക്കുള്ളൂ, ഇല്ലേ? എന്താ അതിന്റെ കാരണം? സ്തോത്രം. ഞാൻ അവരുടെ മക്കളാണ്, ഇല്ലേ? ദൈവത്തിന് മക്കളുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് സെർവൻസ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ സഭയ്ക്കകത്തുള്ളത് ശുശ്രൂഷക്കാരന്മാരാണ്, ഇല്ലേ? സെർവൻസ് ഓഫ് ഗോഡ്, ശുശ്രൂഷക്കാരന്മാരാണ്. സ്തോത്രം. ഇനി എല്ലാ കാലവും മക്കളായിട്ട് ഇരുന്നാൽ മതിയോ? സ്തോത്രം. ഞാന് എന്റെ അപ്പന്റെ അമ്മയുടെ മകനാണെന്ന് വിചാരിച്ചിട്ട് ജനിച്ച കാലം മുതൽ ആ മടി നിറങ്ങാതിരിക്കുകയാണ്, ആണോ? അല്ലല്ലോ. സ്തോത്രം. പിന്നെ എന്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് എന്റേതായ കാര്യങ്ങളിലേക്ക് ഞാൻ വന്നു, അല്ലേ? സ്തോത്രം. ഇന്നത്തെ പ്രശ്നം എന്താ അറിയാമോ? സഭയ്ക്കകത്ത് ദൈവമക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല, ശുശ്രൂഷകരില്ല, ദൈവത്തിന്റെ ശുശ്രൂഷകരില്ല. ഒരാളേ ഉള്ളൂ. ആരാന്നറിയോ? പാസ്റ്റർ. സ്തോത്രം. അപ്പൊ വളർന്ന ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ശിശുക്കളായിട്ടിരിക്കുക, വളർന്നിട്ടില്ല. വളർന്ന ഒരാളേ ഉള്ളൂ. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടെ എന്തായിരുന്നു? ബേബി സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക, അല്ലേ? ഒരു ബേബി സിറ്റിങ്ങും അത് നടത്തുന്ന ഒരാള്. ഇതല്ലേ സഭ? ഇതല്ലേ സഭ? രക്ഷിക്കപ്പെട്ട് 30 വയസ്സായവനും ഇപ്പോഴും അയാള് എന്നെ നോക്കി പാസ്റ്റർ, എന്നെ മിണ്ടിയില്ല പാസ്റ്റർ, അയാൾ എന്നെ അള്ളിച്ചു പോയി പാസ്റ്റർ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നേ? KG പോലും ആയിട്ടില്ല, അല്ലേ? KGയിലെ പിള്ളേർക്കുണ്ട് ഒരു സ്റ്റാൻഡേർഡ്, അല്ലേ? അവർക്കൊരു സ്റ്റാൻഡേർഡ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊരു പക്വതയാണെന്നറിയാം. അത്രയും പോലും സ്നാനപ്പെട്ട് 25 വർഷമായി 30 വർഷമായി നമുക്ക് ഇല്ല. എന്തായാലും കാരണം? സ്തോത്രം. ഇപ്പോഴങ്ങനെ കിടക്കുക. ഇങ്ങനെ ചില പിള്ളേരുണ്ടല്ലോ, ഈ തല മാത്രം ഇങ്ങനെ വളർന്നു പോവുക, ബാക്കിയുള്ളതൊക്കെ ഒന്നും വളരാതെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കുറെ പേരുണ്ട്, അല്ലേ? സ്തോത്രം. ഇതേപോലെ കുറെ എന്താ പറയുന്നത്, വളർച്ചയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതിന്റെ കാരണം ഒരു പർട്ടിക്കുലർ ടൈം വരെ മാത്രമേ അങ്ങനെ പോകാനായിട്ട് ദൈവസഭയ്ക്കകത്ത് പറ്റുള്ളൂ. സ്തോത്രം. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നറിയാവോ? മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഗ്രോത്ത് ഉണ്ടാകണം. സ്തോത്രം. അപ്പൊ അവിടെ എന്തില്ലാന്നറിയാവോ? കംപ്ലൈന്റ് ഇല്ല. ഇത് മുഴുവൻ കംപ്ലൈന്റ് അല്ലേ ഉള്ളൂ, ഇല്ലേ? സർവത്ര കംപ്ലൈന്റ്, എവിടെ നോക്കിയാലും കംപ്ലൈന്റ്. ഞാൻ എന്റെ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി, ഞാൻ അപ്പം നാട്ടിൽ പോയി, ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച പോലെ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ നാട്ടിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വരുന്നതിന് വരെ വെയിറ്റ്. പുള്ളി, ഞാൻ എങ്ങും പോകത്തില്ല, പക്ഷെ ഞാൻ സഭയിലോട്ട് പോകത്തില്ല, ഞാൻ വീട്ടിൽ തന്നെ കാണുന്നു. ഒരു മടിയില്ല 4 ആഴ്ച വീട്ടിൽ കുത്തിയിരിക്കുന്നത്, ഒരു കൂട്ടായ്മ ഇല്ലെങ്കിലും ഒരു മടിയില്ല. നമുക്കൊക്കെ ഒരു കൂട്ടായ്മ പോകാനായിട്ട് മനസ്സിനുണ്ടാവുന്ന ഒരു വേദന, അല്ലേ? സ്തോത്രം. അതില്ല. നാട്ടിൽ നിന്ന് വന്ന് നേരെ അവിടെ പോയി ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞൊരു എക്സ്ക്യൂസ്, ഞാൻ ഹോളിനകത്തോട്ട് വരുമ്പോൾ വേറൊരു ഫാമിലി അങ്ങോട്ട് വരുന്നുണ്ട്, അവരെന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല, കയറി അങ്ങ് പോയി. എവരോടൊക്കെയാണ് കൂട്ടായ്മ ആയിരിക്കാൻ പറ്റുന്നത്. ഞാൻ എത്ര ഉണ്ട് കാര്യം? സ്തോത്രം. ഞാൻ മറ്റേ ആളിനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, ആശ്രയം എന്റെ ജോലിയിൽ തന്നെ പോയി, ഞാൻ ആകെ സങ്കടത്തിലും വിഷമത്തിലും.
അപ്പൊ മറ്റവരും അതൊന്നും നമുക്ക്, ഞാൻ അതിലൊന്നും ചിന്തിച്ചില്ല വാസന. ഒത്തിരി വിഷമത്തോടെ ഇന്നലെ ചെന്നപ്പോ തൊലി പോയി. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷമത്തിലൊന്നും കിടന്നിട്ട് നിൽക്കുക എന്താണെന്ന് ചിന്തിച്ച് കയറി അങ്ങോട്ട് കയറി പോയതാ. ഞാൻ വേറെ ആരും ശ്രദ്ധിച്ചില്ല. ഒരാളുടെ വിഷമം കണ്ടോ? അടുത്താളുടെ വിഷമം കണ്ടോ? അടുത്താളുടെ വിഷമം എന്താ? ഇയാൾ മിണ്ടിയില്ല. സ്തോത്രം. ഈ മിണ്ടാതെ പോയ ആളുടെ വിഷമം എന്താ? വേറെ ആരോടും വിഷമമില്ല. പുള്ളിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, അതിന്റെ സങ്കടത്തിൽ പോകും. ഈ ആള് വാസ്തവത്തിൽ ചോദിക്കേണ്ടത് എന്താ? ബ്രദറെ അല്ലെങ്കിൽ സിസ്റ്ററെ, എന്താ പ്രശ്നം? സ്തോത്രം. ഇത് വളരാത്തതിന്റെ പ്രശ്നമല്ലേ? സ്പിരിച്വലി വളരും. നമ്മൾ പക്വത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്തോത്രം. ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പോ ആ മെച്യൂരിറ്റി ലഭിക്കുന്നത് പിടിച്ച് തോളത്ത് കൈയിട്ട്, ബ്രദറെ എന്തു പറ്റി? എന്താ പ്രശ്നം? എന്താ ഒരു മുഖം വാടിയിരിക്കുന്നല്ലോ? എന്താണ് ഒരു നിരാശ? അല്ലെങ്കിൽ എന്താ മിണ്ടാനൊരു വിഷമം? ചോദിക്കുന്നില്ലേ? സ്തോത്രം. അപ്പൊ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ലേ? സ്തോത്രം. ആ റിയാലിറ്റി മനസ്സിലാക്കുമ്പോഴല്ലേ ചേർത്ത് പിടിക്കലുണ്ടാകുന്നത്. സ്തോത്രം. ആ കൂട്ടായ്മയിൽ അദ്ദേഹം കൂടെ വന്നിരുന്ന ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആളല്ലേ? ഇദ്ദേഹത്തിന്റെ വിഷമത്തിൽ പങ്കാളിയാകേണ്ട ഇടിവിൽ നിൽക്കേണ്ട ആളല്ലേ? സ്തോത്രം. അപ്പൊ എന്തൊക്കെ ഇമാജിൻ ചെയ്തിട്ട് ഒരു ചർച്ച വിട്ടു പോകുമ്പോൾ സ്തോത്രം സംഭവിക്കുന്നത് ഏറ്റവും വലിയ പരാജയമാണ്. സ്തോത്രം. വളർന്നിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. സ്തോത്രം. ഇവിടെ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും. ഇത് സഭ എത്ര മാറിപ്പോ, എത്ര മാറിപ്പോ. എവിടെ പറയുന്നത്? അവിടെയും ചിരിക്കാത്തവർ കാണും അല്ലേ? സ്തോത്രം. അവിടെയും ചിരിക്കാത്തവർ കാണുന്നേ, അവിടെയും മിണ്ടാത്തവർ കാണും. എത്ര സഭ മാറും. പക്ഷേ നമ്മൾ സ്പിരിച്വലി വളരുമ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിക്കും എന്താ പ്രശ്നം എന്നുള്ളത് അല്ലേ? ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് പക്വതയിലേക്ക് നമ്മൾ വളരണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ അറിയുന്നു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. കേട്ടോ? സ്തോത്രം. അവിടുത്തെ സംഗതി കണ്ടോ? എന്തായിട്ടാ പറഞ്ഞേ? ഒന്നുകൂടെ വായിച്ചത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെയല്ല. ഇത് സഭയിലുള്ള ആളുകളോടാ പറഞ്ഞത്. എവിടുത്തെ? കൊരിന്ത്യയിലെ സഭയിലുള്ള ആളുകളോടാ പറഞ്ഞത്. എനിക്ക് ആത്മീയരോട് എന്നതുപോലെ അല്ല, ജഡീകന്മാരോട് എന്നതുപോലെയാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. സ്തോത്രം. ഇതൊരു ഭാഷക്ക് പറയാൻ പറ്റുമോ? ഒരു ഭാഷ ഒരു സഭയിലുള്ള ആളുകൾ ഇത്തരം ആളുകളെ കണ്ടാല് നിങ്ങൾ ആത്മീയരല്ല ജഡീകനാണെന്ന് പറയാൻ ഒരു ഭാഷക്ക് പറ്റുമോ? സ്തോത്രം. ഞാൻ മോത്തോക്കി ചിലരോട് പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. മോത്തോക്കി പറഞ്ഞിട്ടുണ്ടോ? നീ ആത്മീയനല്ലടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആത്മീയനാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. പൗലോസ് പറഞ്ഞെന്താ? ഞാന് ജഡീകരോട് എന്ന പോലെയാ സംസാരിക്കണം. പറ. ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ. രണ്ടാമത്തെ പദം ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ. കണ്ടോ? രണ്ട് കാര്യം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ജഡികൻ, സ്തോത്രം. രണ്ട് ശിശുക്കൾ. എന്താണ് ഇതിന്റെ കാരണം? സ്തോത്രം. 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ സഭയിൽ 4 ഗ്രൂപ്പാ. സ്തോത്രം. പൗലോസിന്റെ ഗ്രൂപ്പ്, അപ്പല്ലോസിന്റെ ഗ്രൂപ്പ്, കേഫായുടെ ഗ്രൂപ്പ്, ക്രിസ്തുവിന്റെ ഗ്രൂപ്പ്. ഒരു സഭയ്ക്കകത്ത് 4 ഗ്രൂപ്പാ. സ്തോത്രം. 4 പേരുടെ പേരിൽ എന്താണ്? ഗ്രൂപ്പോട് കൂടിയിരിക്കുകയാണ് അല്ലെ? സഭ വിഭാഗിക്കപ്പെട്ട് 4ആയിട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് അവേക്കനിങ് ഉണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പാടുമ്പോ അവൻ വേറൊരു പാട്ട് പാടും, ഇവിടെ പാടുമ്പോൾ 3-ാമത്തെ വേറൊരു പാട്ട് പാടും. ഇവിടെ ഒരു സഭ 4 പാട്ടാ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുമ്പോഴും ഒരാളെ ഏറ്റെടുക്കില്ല. സ്തോത്രം അല്ലേ? അപ്പൊ ഇത് ആകെ പ്രശ്നം. 4 ഗ്രൂപ്പായിട്ടിരിക്കുക. സ്തോത്രം. പൗലോസ് ചോദിക്കുന്നത് ക്രിസ്തു വിഭാഗിക്കപ്പെട്ടോ? അപ്പൊ എന്താ ചെയ്തത്? 4 പേര് ക്രിസ്തുവിന്റെ ശരീരത്തിൽ കീറി കുറിച്ചത് അല്ലെ? 3-ാം അധ്യായം 16, 17, 18 വാക്യം പറയുമ്പോൾ ക്രിസ്തുവിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ? സ്തോത്രം. അപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനെ ആര് നശിപ്പിക്കും?
കർത്താവ് നശിപ്പിക്കും. സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുക, സഭയ്ക്കകത്ത് നേതാജി കളിക്കുക, സഭയ്ക്കകത്ത് അച്ചായം കളിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ വകയാ. സ്തോത്രം. എന്റെ തറവാട് സ്വത്തല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. കാൽവരിയിൽ ഒരുത്തൻ കഷ്ടപ്പെട്ടതാ, അവന്റെ തിരുനിളം ചൊരിഞ്ഞതാ, അവന്റെ മാറു പിളർന്നതാ, അവന്റെ ജീവൻ കൊടുത്തതാ. ഹല്ലേലൂയ. ലോകത്തിൽ ഒരു ശക്തിക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയാതിരുന്ന പാപത്തിന്റെ അധീനതയിൽ കിടന്ന എന്നെ വിലയ്ക്ക് വാങ്ങി തന്റെ മർമ്മമെന്ന സമയം ശരീരത്തോട് ചേർത്ത് വെച്ചതാ. ഹല്ലേലൂയ. അതിനെ കീറി മുറിക്കുന്നവനെ എന്റെ ദൈവം തമ്മിൽ ഞാൻ വെറുതെ വെക്കില്ലെന്നാ പറഞ്ഞത്. കണ്ടോ? സ്തോത്രം. അപ്പം ഫ്രാക്ഷൻ ആണ് സഭയ്ക്കകത്ത് ഗ്രൂപ്പാ. ഹല്ലേലൂയ. 4 ഗ്രൂപ്പാ. സ്തോത്രം. ഈ 4 ഗ്രൂപ്പിൽ ഏറ്റവും ഡേഞ്ചറസ് ഗ്രൂപ്പ് ഏതായിരിക്കും? ഒരു ഗ്രൂപ്പായി നിങ്ങൾക്ക് എന്തെങ്കിലും മുഖമുണ്ടോ? ക്രിസ്തുവിന്റെ ഗ്രൂപ്പാണ്. കറക്റ്റ്. ഏറ്റവും ഡേഞ്ചറസ് ഗ്രൂപ്പ് ക്രിസ്തുവിന്റെ ഗ്രൂപ്പ്. ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ ഗ്രൂപ്പ് ഇല്ല, അല്ലേ? പിന്നെ ക്രിസ്തുവിന്റെ ഗ്രൂപ്പിലേക്ക് പോകുന്ന ആരാ? ഈ ന്യൂട്രൽ ഗ്രൂപ്പാണ്. എല്ലാ സ്ഥലത്തും ന്യൂട്രൽ ഗ്രൂപ്പാണ്. അയ്യോ, ഞാൻ ഇതിലൊന്നും എനിക്കങ്ങ് വല്ല വിധങ്ങൾ സ്വർഗത്തിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ഗ്രൂപ്പുകളില്ലേ എല്ലാ സഭയ്ക്കകത്തും? സ്തോത്രം. പക്ഷെ ഇവരെല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. അതാണ് എന്റെ രഹസ്യം. ഈ ഗ്രൂപ്പിൽ അവിടെ എത്തിക്കുക, അവിടുത്തെ ഇപ്പുറത്ത് ഈ അടി മുഴുവൻ ഉണ്ടാക്കുന്ന ഈ ന്യൂട്രൽ ഗ്രൂപ്പാണ്. പൊതുവായിട്ട്. സ്തോത്രം. കാരണം മറ്റേ ഗ്രൂപ്പിന്റെ ആളുകളെയൊക്കെ വ്യക്തമായിട്ട് അറിയാം. അവിടോട്ട് ചെല്ലുമ്പോൾ അറിയാം എന്തിനാ വന്നത്, നമ്മൾ പോടാന്ന് പറയും. പക്ഷെ ന്യൂട്രൽ ഗ്രൂപ്പിന് ബാക്കി 3 ഗ്രൂപ്പിൽ ആക്സസ് ഉണ്ട്. സ്തോത്രം. ഈ ന്യൂസ് എല്ലാം മറ്റു 3 ഗ്രൂപ്പിൽ എത്തിക്കുന്നവരാ, അല്ലേ? സ്തോത്രം. മറ്റേ ഗ്രൂപ്പുകാരോട് ലീഡേഴ്സ് പറയുകയാണ് മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടത്തില്ല. കർത്താവ് യേശുവിന്റെ ഗ്രൂപ്പിനോട് ആര് പറയും മാറ്റിരിക്കാൻ? അല്ലേ? സ്തോത്രം. ചിലരൊക്കെ പറഞ്ഞു ദൈവാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടിട്ടില്ലേ? സ്തോത്രം. ചുമ്മാ. സ്തോത്രം. പ്രാർത്ഥിച്ചു തന്നെ ആഴ്ചകളായിട്ടാണ്. പിന്നെ എവിടുന്ന ഈ ദൈവാത്മാവ് പറയുന്നവർ? അല്ലേ? ചിലർ പറയുന്നത് ഇന്ന് സാക്ഷ്യം പറയരുതെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ സഭയിൽ നിൽക്കരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ഇങ്ങനൊക്കെ പറയുന്നത്. ഇങ്ങനൊക്കെ ദൈവാത്മാവ് പറയൂ. സ്തോത്രം. അപ്പൊ ഏതാത്മാവ് അത്? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ജഡീകന്മാരുടെ പോലെ ഞാൻ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ? സ്തോത്രം. ഈ ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളായതുകൊണ്ട്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരെ ജഡീകൻ എന്ന് പൗലോസ് വിളിച്ചത്. എവിടെ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുക അവിടെ? ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകൂ. ഹല്ലേലൂയ. ഗ്രൂപ്പ് തിരിഞ്ഞ് അവനവന്റെ ഇഷ്ടത്തിന് ഹല്ലേലൂയ. ആമേൻ. ചർച്ചിൽ പോകാനുള്ളവനെ കൂടെ ഇന്ന് പോകണ്ടാണ് എന്ന് പറയുന്ന ആളുകളില്ലേ? സ്തോത്രം. ഇനി ഞാൻ UAE വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു പ്രതിഭാസം എന്ന് അറിയാവോ? പാസ്റ്ററോട് ഒരാൾക്ക് വിഷമമുണ്ടെന്ന് തോന്നിയാൽ ഇതിനായിട്ട് നോക്കിയിരിക്കുന്ന ചില പുള്ളികൾ സഭയിലുണ്ട്. അവരവനെ ക്യാൻവാസ് ചെയ്യും. എന്നിട്ട് അവനോട് പറയും നീ 3 ആഴ്ച വീട്ടിലിരുന്ന് പോകരുത്. എന്തിനറിയോ? പാസ്റ്ററെ കൊണ്ട് ഇഷാ എണ്ണിക്കാനാണ്. എന്ത് പറ്റി എന്താ ബ്രദർ വരാതെ? എന്നാൽ ഈ പുള്ളി പാസ്റ്ററോട് ചോദിച്ചോണ്ടിരിക്കും, ബ്രദറെ പാസ്റ്ററെ ആ ബ്രദറെ കാണുന്നില്ലല്ലോ. എന്തോ ചെല്ലാത്തിത്തരമാണ്. സ്തോത്രം. ബ്രോക്കൺനെസിന്റെ ഉസ്താദുക്കളാണ്. സ്തോത്രം. എവനെവിടെ വന്നിട്ട് പ്രബോധിപ്പിക്കുന്നത്? അന്യഭാഷ പറയുന്നത്, സഭയിലെ നേതാജി കളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഭ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴേ അതിന് സമയം കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വെക്കേഷൻ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കാൻ ഒരു അപ്പം ചോദിക്കാം, ഞങ്ങൾക്ക് ഒന്ന് എല്ലായിടത്തും ഒന്നും പോകാനുള്ള ഒരു സമയമാണ്, അപ്പോഴുണ്ട് പാസ്റ്ററുണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നു, പോകണ്ട കേട്ടോ, അല്ലെ? ഇതൊക്കെ സഭയ്ക്കകത്ത് ഉപദേശങ്ങളാണ്, അല്ലെ? സഭയ്ക്കകത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊണ്ടുപോയില്ലോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാകാതിരിക്കാൻ വഴിയും ഇല്ല. കാരണം എന്തായാലും ദൈവസഭയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവിടുത്തെ പിശാചി ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇല്ലേ? സ്തോത്രം. എല്ലായിടത്തും ഈ ഒരേ സാധനം വ്യാപരിക്കുന്നുള്ളത് കൊണ്ട് അവിടുത്തെ ആത്മാ എല്ലാം ഉണ്ട്, ഇല്ലാതിരിക്കുകയൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ടുണ്ട്. സ്തോത്രം. കാരണം ഈ വഴി ഇങ്ങനെ വെട്ടിത്തെളിച്ച് പോകുമ്പോൾ എനിക്കറിയാം ഇവിടെ ഉണ്ട് ഉള്ളത്. സ്തോത്രം. ആമേൻ. ചേഞ്ച് ആയെങ്കിൽ മാത്രമേ അവേക്കനിങ് സ്പിരിച്വലി ഉണ്ടാകുള്ളൂ. ഒരു ആത്മീയ ഉണർവ് നമുക്ക് ഉണ്ടാകണ്ടേ? നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകണ്ടേ? നമ്മളല്ലേ ഒരു വഴികാട്ടിയായിരിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ ആത്മീയതയും കണ്ടല്ലേ ഈ തലമുറ വളരേണ്ടത്. ഹല്ലേലൂയ. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വളരുമോ ആ കൃപയിൽ? ഇല്ല. സ്തോത്രം. അപ്പോൾ പൗലോസ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളോട്
ജഡീകന്മാരെന്നതുപോലെ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ ആത്മീകരല്ല. രണ്ടാമത് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ശിശുക്കൾ എന്ന പോലെ സംസാരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ വളർന്നിട്ടില്ല, ഇല്ലേ? വളർന്നിട്ടില്ല. സ്തോത്രം. ചിന്തിച്ചു നോക്കിയേ, രണ്ട് കാറ്റഗറി പ്രശ്നമല്ലേ, അല്ലേ? ഈ രണ്ട് കാറ്റഗറി പ്രശ്നമല്ലേ ഒരു സഭയിൽ? സ്തോത്രം. ജഡീകന്മാരും കുറച്ച് ശിശുക്കളും ഉണ്ടെങ്കിൽ ആ സഭയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഇതിൽ പരം പ്രശ്നമുണ്ടോ? എങ്ങനെ ശുശ്രൂഷിക്കും? എങ്ങനെ സഭ വളരും? എത്ര പ്രാർത്ഥിച്ച അവിടെ വിടുതലുണ്ടാകും, അല്ലേ? നമ്മളൊരു വിടുതലിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ ഉണ്ടാകണ്ടേ അവിടെ, അല്ലേ? കുത്തി മറിഞ്ഞു ഉപവാസവും പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണ്ടേ? ആ ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ സ്തോത്രം, ഒരു കൂട്ടം ജഡീകന്മാരും ഒരു കൂട്ടം ശിശുക്കളുമാണെങ്കിൽ പക്വതയുള്ളവർക്കല്ലേ ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുള്ളൂ. സ്തോത്രം. കർത്താവേ, നീ ഇറങ്ങി വരണമേ, പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്പിരിച്വലി ഒരു മെച്ചൂർഡായ ആളുകൾക്കല്ലേ പറ്റുള്ളൂ. സ്തോത്രം. ശിശുവിന് വിവരവുമില്ല, ജഡീകനായവൻ ആത്മീയനുമല്ല, അല്ലേ? അവൻ എന്താ ചെയ്യുന്ന? സ്തോത്രം. അടുത്ത വാക്യങ്ങൾ വായിച്ചേ. ഭക്ഷണമല്ല, പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. കേട്ടോ? സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് കട്ടിയായുള്ള ആരാധന തന്നത്, നിങ്ങൾക്ക് ലിക്വിഡാണ്, അല്ലേ? ഇപ്പോഴും കുപ്പിപ്പാൽ കുടിച്ചോണ്ടിരിക്കുക, അല്ലേ? ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ കുപ്പിന്ന് പോലും കുടിക്കാൻ ഭാഗമായിട്ടില്ല, അല്ലേ? സ്തോത്രം. പാലായിപ്പോഴും കുടിക്കുന്ന ലിക്വിഡായിട്ടും ഇച്ചിരി കട്ടിയായിട്ട് ചെന്ന പ്രശ്നം. അവ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇപ്പോഴും ജഡീകൻ. വളർന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജഡീകന്മാരാണ്, അല്ലേ? സ്തോത്രം. പൗലോസ് നിങ്ങൾ ആ അധ്യായമൊക്കെ വായിച്ചു നോക്കണം, നമുക്ക് മനസ്സിലാകും പൗലോസ് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നുള്ളത്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വളർന്നോ വളർന്നില്ലേ? എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ എഴുത്തുകാരൻ പറഞ്ഞു, അതുകൊണ്ട് 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമായതാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുവാൻ എല്ലാം നീതിയുള്ള വചനത്തിൽ പരിചയമില്ലാത്തതത്രേ. കണ്ടോ? കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരായിരുന്നു, പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണ്? ഇപ്പോഴും നിങ്ങൾക്ക് പാലത്രേ ആവശ്യം. വളർന്നോ? അപ്പം ഇല്ല. സ്തോത്രം. നമുക്ക് വളരണ്ടേ? സ്തോത്രം. വളരണ്ടേ? ഈ ശിശുദശയിൽ ഇരുന്ന കാര്യം ശരിയാലോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക്, പാകതയിലേക്ക്, പക്വതയിലേക്ക് ചേർത്ത് പിടിക്കാൻ. സ്തോത്രം. അങ്ങനെ ഓരോരുത്തരും വളരുമ്പോഴാണ് മെച്ചൂർഡായ ഒരു കമ്മ്യൂണിറ്റി, സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആയിട്ട് ദൈവസഭ മാറുന്നത്. ദൈവത്തിന് ആവശ്യം ജഡീകന്മാരെ അല്ല. സ്തോത്രം. ദൈവത്തിന് ആവശ്യം ഹല്ലേലൂയ വിശുദ്ധന്മാരെ ആവശ്യം. സ്തോത്രം. ഞാൻ ആ പദം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. സ്തോത്രം. അവൻ പെട്ടെന്ന് ചുമക്കാനായിട്ട് സ്തോത്രം ദാവീദ് കൊണ്ടുപോയി ആരെ കൊണ്ടേന്നറിയാമോ? കുറെ ബിരുദന്മാരെ കൊണ്ടുവന്ന ബിരുദന്മാരായ ആളുകളെ. സ്തോത്രം. അങ്ങനെയാണ് ഒരു കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി ബിരുദന്മാരായ കുറെ ആളുകളെ കൊണ്ടുപോയി പെട്ടെന്ന് കയറ്റി പുതിയ വണ്ടിക്കകത്ത് വെച്ചു. ഉസ്സ തെളിച്ചു, പെട്ടെന്ന് മറിയാൻ തുടങ്ങി. ഉസ്സ കയറി പിടിച്ചു, താഴെ വന്നു. സ്തോത്രം. ഓബേദെദോമിന്റെ വീട്ടിൽ വെച്ചു. സ്തോത്രം. 3 മാസം കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, ബിരുദന്മാരെ അല്ല പെട്ടെന്ന് നോക്കാൻ വേണ്ടത്, വിശുദ്ധന്മാരെ. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം വിശുദ്ധന്മാരായ പുരോഹിതന്മാരെ കൊണ്ടുവന്നു. പെട്ടെന്ന് തോളിൽ ചുമന്നു, വണ്ടിയിലല്ല. സ്തോത്രം. തോളിൽ ചുമന്നു. സ്തോത്രം. പക്വതയെത്തിയ ആത്മീയ വിശുദ്ധ ശുശ്രൂഷ തോളിലേക്ക്
സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഈ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴേ ഒരു ശരീരം, ഈ ബോഡിയുടെ അവയവങ്ങൾ ഓരോന്നും ഫംഗ്ഷനായി വരികയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ സഭ അവൻ ഡെഡായി കിടക്കുകയുള്ളൂ. ഈ ബോഡി ഡെഡായി കിടക്കുകയുള്ളൂ. ഈ ശരീരം എന്ന് പറയുന്നതിന്റെ പല ഭാഗങ്ങളും പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയുള്ളൂ. അതിനകത്ത് രക്തോട്ടം ഇല്ലാതെ കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതുണ്ടാകാൻ നാം ഒരിക്കലും അനുവദിച്ചുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശരീരത്തിന്റെ ഒരു വിരലെങ്കിലും ഡെഡായിട്ടുണ്ടെങ്കിൽ ആ വിരൽ വർക്ക് ചെയ്യാത്ത എല്ലാ വിഷമതകളും എന്റെ ശരീരത്തിൽ ഉണ്ടാവും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ സഭയാം ശരീരത്തിന്റെ പല അവയവങ്ങളും ഡെഡാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളുടെ ബോഡിയോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ആ ശരീരത്തിന്റെ ഫംഗ്ഷൻ ഇല്ലായ്മ, പ്രവൃത്തിയില്ലായ്മ, അതിന്റെ വേണ്ടതരത്തിൽ അതിന്റെ വളർച്ചയില്ലായ്മ, അത് വേണ്ടതരത്തിൽ ഉയരാതെ പോകുന്നത്, അതിനകത്ത് ദൈവപ്രവൃത്തി നടക്കാതെ പോകുന്നത് അതെന്റെ കുറവാണെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? ജയപ്പെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്യും. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരീരം ഒരു അവയവമല്ല, പലതത്രയും. ഞാൻ കൈ അല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. This is church. ഇതാണ് സഭ. ഹല്ലേലൂയ. എല്ലാ അവയവത്തിന്റെയും ഫംഗ്ഷൻ ഒന്നല്ല. ഹല്ലേലൂയ. അവനെ പിടിച്ചതാക്കി എന്നെ ആക്കിയില്ല. സ്തോത്രല്ലേ. അവൾക്ക് അത് കൊടുത്തു, എന്നെ പറഞ്ഞില്ല. സ്തോത്രം. ആമേൻ. നല്ലതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പായിടുന്നത് നീ ചെയ്യുന്ന സഭയ്ക്കല്ല, കർത്താവിനാ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തത് അവൻ സഭയ്ക്കല്ല, കർത്താവിനാ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ലഭിച്ച കൃപകളുണ്ട്. മുഴക്കാലുകളിരുന്ന് സഭയ്ക്ക്, ദേശത്തിന് വേണ്ടി ഇരുവിൽ നിൽക്കുന്ന അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ദേശത്തിന്റെ ശക്തികളെ പിടിച്ചു കെട്ടാനുള്ള അധികാരം പ്രാപിക്കാനും പ്രാർത്ഥിക്കാനും വരം ലഭിച്ചവരാണ്. ദൈവം നിന്നെ അതിന് നിയോഗിച്ചതാണ്. ആ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, സ്വർഗമാണ് സന്തോഷിക്കുന്നത്. അവിടെ നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും അതാണ്. അങ്ങനെയെങ്കിൽ സഭയാം ശരീരത്തിന്റെ തല ആരാണെന്ന് അറിയാമോ? കർത്താവിന്റെ തല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാനെന്ന ഈ ശരീരത്തിന്റെ ഒരു തലയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ തലയാണ് സഭയ്ക്ക് ആജ്ഞ കൊടുക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അവയവങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഈ കമാൻഡ് കിട്ടുന്ന എവിടുന്ന? എന്റെ തലച്ചോറിൽ നിന്ന്, അല്ലേ? സ്തോത്രം. സഭയുടെ ഈ കമാൻഡ് കിട്ടുന്ന എവിടുന്ന? തലച്ചോറിൽ നിന്ന്. ആമേൻ. ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തു എന്ന തലയിൽ നിന്ന്, അല്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത് അങ്ങനെയല്ലേ? സ്തോത്രം. നമ്മൾ അതല്ലേ അനുസരിക്കേണ്ടത്? ഇനി നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ, ക്യാൻസറിന്റെ അതിപ്രസരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ ബോഡിയിൽ ആദ്യത്തെ സെല്ലിന് ക്യാൻസർ വന്നപ്പോൾ ആ സെല്ല് ക്യാൻസർ ആയി നമ്മൾ അറിഞ്ഞു?
അറിഞ്ഞില്ല. ചർച്ച എന്ന സഭയ്ക്ക് ഇതുപോലെ പലപ്പോഴും ഒരു സെല്ലിനകത്ത് ക്യാൻസർ വന്നു കഴിയുമ്പോൾ സ്തോത്രം അത് അടുത്തടുത്ത സെല്ലുകളിലേക്ക് ചിലപ്പോൾ താമസിച്ചായിരിക്കാം വരുന്നത്, ചിലപ്പോൾ ഈ സ്പീഡിലായിട്ട് വരാൻ സാധ്യത. ചിലത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, ചിലത് സ്ലോലി അതിന്റെ ഡെത്തിലേക്ക് ചൂടായിരിക്കും നമ്മൾ അറിയുന്നത്. പക്ഷേ ഒരു ഡെഡ് സെല്ലാകാൻ, ഒരു ക്യാൻസർ സെല്ലാകാൻ ഞാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവസഭ തകർക്കുന്നതാണ്, ആ ശരീരത്തെ തളർത്തുന്നതാണ്. കർത്താവേ, ഇന്ന് ഈ ഭാഗത്ത് ചിന്തിക്കേണ്ടത് നിന്റെ ശരീരത്തിന്റെ ഒരു ക്യാൻസർ സെല്ലാക്കി എന്നെ ആക്കി തീർക്കല്ലേ കർത്താവേ. ഞാൻ അങ്ങനെ ആകാൻ അനുവദിക്കരുതേ കർത്താവേ. ഒരു ക്യാൻസർ സെല്ലായിട്ട് ആ സഭയുടെ നാശത്തിന്, അതിന്റെ മരണത്തിന്, അതിന്റെ രോഗാവസ്ഥയ്ക്ക്, അതിനകത്ത് രക്തം ഓടാതിരിക്കുന്നതിന്, അതിനകത്ത് ആത്മാവ് ഒഴുകാതിരിക്കുന്നതിന്, അതിനകത്ത് ദൈവപ്രവൃത്തി വരാതിരിക്കുന്നതിന് ഞാൻ ഒരിക്കലും ഒരു കാരണമായി മാറരുതേ കർത്താവേ. എന്നെ അങ്ങനെ ആക്കി തീർക്കല്ലേ കർത്താവേ. ഞാൻ നിന്റെ നല്ല ദാസനായി, നിന്റെ നല്ല ദാസിയായി, നിന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യതയോടെ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ കഴിയട്ടെ. നിന്നെ പരിഹസിക്കലുണ്ടാകും, അധിക്ഷേപിച്ചവരുണ്ടാകും, മാറ്റി നിർത്തിയവരുണ്ടാകും, എങ്ങും അടുപ്പിക്കാതിരുന്നുണ്ടാകും, സ്തോത്രം മിണ്ടാതിരിക്കുന്നവരുണ്ടാകും. പക്ഷേ സ്തോത്രം, ആ ക്യാൻസർ സെല്ലിനെ ഇല്ലാതാക്കാൻ ഇന്ന് പകൽ തീരുമാനമെടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കീമോതെറാപ്പിയുടെ ഇല്ലേ സ്തോത്രം, ആ സെല്ലെല്ലാം ഡെഡായി, ആ സെല്ലുകളൊക്കെ ഡെഡായി, ആ സെല്ലുകളൊക്കെ ഡെഡായി. നമ്മുടെ ഉള്ളിലൂടെ വ്യാപരിക്കട്ടെ, നമ്മുടെ ഉള്ളിലൂടെ വ്യാപരിക്കട്ടെ, നമ്മുടെ ഉള്ളിലൂടെ വ്യാപരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലൂടെ വ്യാപരിക്കട്ടെ. അങ്ങനെയുള്ള സെല്ലുകൾ, അങ്ങനെയുള്ള ചിന്തകൾ അവൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം ഇല്ലാതെ പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇല്ലാതെ പോകട്ടെ. ഞാൻ കൂടുന്ന സഭ ഒരു വിശുദ്ധ സഭയായി, ദൈവപ്രവൃത്തിയുള്ള ഒരു സഭയായി, ആത്മാവ് പരിവർത്തിക്കുന്ന ഒരു സഭയായി, ജീവനുള്ള ഒരു സഭയായി, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു സഭയായി, അവിടെ ഒരാളിലും ഒരു ഡെഡ് സെൽ വ്യാപരിക്കാൻ ഇടവരുത്താതെ ഞാൻ കെയർഫുള്ളായി അതിനെ സംരക്ഷിക്കാൻ അവൻ എന്നാലാവോളം എന്റെ ഉത്തരവാദിത്വം ചെയ്യുമെന്ന് പറഞ്ഞു. എത്ര പേര് പ്രാർത്ഥിക്കാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡെഡ് സെല്ലും ഇന്ന് വ്യാപകത്തിൽ അവസാനിക്കട്ടെ. എല്ലാ ഡെഡ് സെല്ലിനകത്തും പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പിശാച് കയറി കൂടി ആമേൻ ക്യാൻസർ സെല്ലുകൾ പോലെ ഉണ്ടാക്കി ദൈവസഭയെ തകർക്കുന്ന, അതിന്റെ വളർച്ചയെ തകർക്കുന്ന, അതിന്റെ ആയുസ്സിനെ നശിപ്പിക്കുന്ന, അതിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, അതിന്റെ ഉദ്ദേശത്തെ ഇല്ലാതെയാക്കുന്ന ആമേൻ ആമേൻ എല്ലാവിധ ഡെഡ് സെൽസും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിച്ചു മാറട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം. എന്നിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ഇതിന്റെ ബാക്കി ഞാൻ വൈകിട്ട് നമ്മുടെ മീറ്റിംഗിൽ എടുക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആമേ ജീവിതത്തിൽ എവിടെയൊക്കെ കുറവുകളുണ്ടോ, പരിഹരിക്കേണ്ടതുണ്ടോ, മാറ്റങ്ങൾ വരുത്തേണ്ടോ, രൂപാന്തരങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ചെത്തി പിടിപ്പാക്കേണ്ടതുണ്ടോ, പിഴുതു കളയേണ്ടതുണ്ടോ, ഇന്ന് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ട അതിനെ ഇല്ലാതെയാക്കാൻ എന്റെ പേര് ദൈവത്തിന് ആത്മനില ഉദാഹരണമേ. നിന്റെ കൃപയിൽ
എനിക്ക് പകരണമേ. ഞാൻ ഹല്ലേലൂയ ഒരു ശിശു എന്ന പോലെ ഇരിക്കാനല്ല, ഒരു ജഡീകൻ എന്ന പോലെ ഇരിക്കാനല്ല, ക്രിസ്തുവിൽ പക്വതയുള്ള ഒരു ആത്മീയനായി ഒരു ശിഷ്യത്വത്തിലേക്ക് വളർന്നു വരാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.